ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് വന്നിരിക്കുന്നത്, ജീന ജോർജ് ഫ്രം പാലക്കാട്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസി കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? ഓക്കെ. ദൈവദാസിക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാനുള്ള സമയമാണ്. സമയം ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങളുടെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണം. മേടിയനും പ്രിയ കർത്താവിൻ്റെ ദാസിയുമായി ഞങ്ങളുടെ വിലയേറിയ പാദപീഠത്തിൽ ആയിരിക്കുന്ന കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ അല്പസമയം ഇരുത്തിയാട്ട് കേൾക്കുന്ന ജനത്തിന് കർത്താവെ ഈ ഒരു സാക്ഷ്യം ഒരനുഗ്രഹമായി തീരുവാൻ, ഒരു ആത്മീക വർധനമായി തീരുവാൻ, കർത്താവിനെ കണ്ടുമുട്ടുവാൻ, മുഖാന്തരമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ട് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസിയുടെ സാക്ഷ്യങ്ങളെ ദേവദാസിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇത് പകൽക്കാലം ഇങ്ങനെ ഒരു സാഹചര്യം ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാനത് പറയാൻ കാരണം, കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് മറ്റൊരു ചാനലിൻ്റെ ഒരു ടെസ്റ്റിമണി ഞാൻ കുറച്ച് പറയുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലും അങ്ങനെ ഒരു അനുഭവം കർത്താവ് തന്നു. അപ്പോൾ കർത്താവിൻ്റെ ദാസി എന്നെ ഇതിനു വേണ്ടി ക്ഷണിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത്, ടെസ്റ്റിമണി അല്ലേ, ഒരു ആവർത്തന വിരസത ഉണ്ടാകരുത് എന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നടത്തിയ വിധങ്ങളെ എത്ര വർണ്ണിച്ചാലും മതിയാകയില്ല. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിപ്പാൻ തക്കവണ്ണം കർത്താവ് നൽകുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഈ പ്രവർത്തനങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാൾ വരെയും കർത്താവ് അതിനെ നിലനിർത്തട്ടെ, അനേകർക്ക് ആശ്വാസമായി തീരട്ടെ എന്ന് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പലപ്പോഴും എന്നെ ചിന്തിപ്പിക്കുകയും എന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒരു പാട്ടിന്റെ ഒരു 4 വരി പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പലപ്പോഴും നമ്മുടെ ജീവിത ക്ലേശങ്ങളിലും ഭാരങ്ങളിലും ഒക്കെ ആയിട്ട് ജീവിത സാഹചര്യങ്ങളൊക്കെ നാം പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി ഒക്കെ വരുമ്പോൾ പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്നവരും പലപ്പോഴും ഹൃദയം ക്ഷീണിച്ചു പോകുന്നവരും ഒക്കെ ആയി തീരാറുണ്ട്. അതുകൊണ്ടല്ലേ യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കരുത്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന്. ഇതിനൊക്കെ മടുപ്പുണ്ടാകും. കാരണം ശത്രുവായവൻ അവൻ്റെതായിട്ടുള്ള തന്ത്രങ്ങളുമായി നമ്മുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടൊന്നും സാധ്യമല്ല. ദൈവത്തിന്റെ കൃപ നമുക്ക് വേണം, കർത്താവിന്റെ വചനം നമുക്ക് വേണം, ഉയരത്തിൽ നിന്ന് പകർന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ, ഈ ദുഷ്ടന്റെ അധീനതയിലായിരിക്കുന്ന ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഒന്ന് എനിക്ക് പറയാനുണ്ട്, യേശു കർത്താവ് നമ്മോട് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയവീരനായ കർത്താവിന്റെ പിന്നാലെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ആ കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് യാചിക്കാം. ഓരോ ദിവസവും അന്നന്ന് വേണ്ടുന്ന കൃപ തന്ന് കർത്താവ് നമ്മെ നടത്തേണ്ടതിനായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ശാരീരികമായി അല്പമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും, ശബ്ദത്തിനൊക്കെ ഇച്ചിരി പ്രയാസമുണ്ടെങ്കിലും കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് പാട്ടിന്റെ 4 വരികൾ പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1000 നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിടുമേ. നാഥനവനെന്നും കൂടെയുണ്ട്. 1000 നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിടുമേ. നാഥനവനെന്നും കൂടെയുണ്ട്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്.
കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത്. വർണ്ണിപ്പനാവിനാലാവതില്ലേ എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ. എന്നെന്നും ഓർത്തിടും തൻ കൃപയാൽ ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത്. വർണ്ണിപ്പനാവിനാലാവതില്ലേ എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ. എന്നെന്നും ഓർത്തിടും തൻ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. ചേർന്ന് പാടാമോ? കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. എന്നിൽ പകർന്നൊരു ശക്തി ഇത്. എന്നിൽ പകർന്നൊരു ശക്തി ഇത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നാം പാട്ടുകാരനോട് ചേർന്ന് പാടിയതുപോലെ കൃപയാൽ മാത്രമാണ്, ആ വിവരത്തിൽ നിന്ന് പകർന്ന ശക്തിയാലാണ്, ദൈവത്തിന്റെ സ്നേഹത്താലാണ് നാം ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പുറകോട്ട് ചിന്തിക്കുമ്പോൾ എന്തെല്ലാം അനുഭവങ്ങളുണ്ട്. ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നു വന്നവർ, എന്നെ ശ്രദ്ധിക്കുന്നവർ, എന്നേക്കാൾ അനുഭവത്തിലൂടെ, കഷ്ടങ്ങളിലൂടെ, വേദനകളിലൂടെ ഒക്കെ കടന്നു വന്നവരാണ്. എങ്കിലും കർത്താവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞവർക്ക് ആർക്കും ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് ഓടി എങ്ങോട്ടും പോകാൻ കഴിയത്തില്ല. കാരണം ആ സ്നേഹം അത്രമാത്രം നമ്മളെ അതിനോട് ചേർത്ത് വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെ വർണ്ണിക്കുവാൻ, ആ സ്നേഹത്തെ ഒന്നുകൂടെ ഉയർത്തുവാൻ കർത്താവ് എന്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു അവസരം കൂടെ തന്നതോർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറയട്ടെ, എൻ്റെ ടെസ്റ്റിമണിയിലേക്ക് ഞാൻ കടക്കുകയാണ്. എൻ്റെ പേര് ജീന ജോർജ് എന്നാണ്. ഞങ്ങൾ ഇപ്പോൾ പാലക്കാടിന്റെ പ്രദേശത്ത് ഷെറോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഉത്തരവാദിത്തങ്ങളോടും സെന്ററിന്റെയും ചർച്ചിന്റെയും ഒക്കെ ഉത്തരവാദിത്തങ്ങളോട് ചേർന്ന് ഈ പ്രദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എന്നാൽ എൻ്റെ സ്വദേശം ഇവിടെയല്ല. എൻ്റെ സ്വദേശം മാവേലിക്കര വെൺമണി എന്ന് പറയുന്ന സ്ഥലത്താണ്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റില്. എൻ്റെ ഹസ്ബൻഡിന്റെ വീട് തിരുവല്ലയിലാണ്. ഞാനിത് പറഞ്ഞ് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ ടെസ്റ്റിമണി പറയുമ്പോൾ ഒരിക്കലും നമുക്ക് മാറ്റി പറയാൻ പറ്റത്തില്ല. കാര്യം കർത്താവ് ജീവിതത്തിൽ ചെയ്ത അനുഭവങ്ങളെ നമുക്ക് മാറ്റി പറയാൻ പറ്റത്തില്ല. ഒരു ദൈവോധനം ശുശ്രൂഷിക്കുന്നത് പോലെ അല്ലല്ലോ. എന്നാൽ കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്തത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞാൽ, ഞാനൊരു പെന്തക്കോസ്തു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരാളാണ്. പെന്തക്കോസ്തു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു പാരമ്പര്യ പെന്തക്കോസ്തു കുടുംബമല്ല. കാരണം എൻ്റെ പപ്പായും എൻ്റെ അമ്മച്ചിയും രണ്ടുപേരും ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ആ വിശ്വാസ വീരനുമായിരുന്ന എൻ്റെ മാതാപിതാക്കളുടെ മൂത്ത മകളായി ജനിപ്പാനുള്ള ഒരു വലിയ ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. അത് ഞാൻ അത്രയും ഉറപ്പിച്ച് പറയുവാൻ കാരണം, ആ ഒരു ദൈവവചനത്തിന്റെ ഉറപ്പിലും ആ ഒരു ദൈവവചനത്തിന്റെ ഉപദേശത്തിലുമൊക്കെയാണ് തലമുറകളായ ഞങ്ങളുടെ മാതാപിതാക്കൾ വളർത്തിയത്. അന്നത്തെ ഓരോ നടപ്പും ഓരോ സംസാരവും ചിന്തകളും ഡ്രസ്സിങ്ങും ഏത് കാര്യത്തിലും കർത്താവിനെ ഉയർത്തണം, അല്ലെങ്കിൽ കർത്താവിന് ഹിതമാവണ്ണം മാത്രമേ
കാൽച്ചുവടുകളെ മുൻപോട്ട് വെക്കാവുന്ന ഒരു നിർബന്ധമുള്ള മാതാവിന്റെയും പിതാവിന്റെയും മകളാണ് ഞാൻ. എൻ്റെ പപ്പായും അമ്മച്ചിയും ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു. എൻ്റെ പപ്പ ഒരു ഗസ്റ്റ് ഓഫീസറായിരുന്നു, ESIയിലായിരുന്നു പപ്പ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മച്ചി ഒരു ടീച്ചറായിരുന്നു. തൻ്റെ സ്വദേശം കുണ്ടറയാണ്. ഞാൻ അവരെ കുറിച്ച് ഒരല്പം പിറകിലോട്ടൊന്ന് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം എൻ്റെ പിതാവ് കഴിഞ്ഞ ഏപ്രിലില് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു വന്നത് എനിക്ക് 88 വയസ്സുണ്ടായിരുന്നു. 2015 എൻ്റെ മാതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാനത് പറയുവാൻ കാര്യം, എൻ്റെ പിതാവ് മരിക്കുന്നതിന് മുൻപേ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ബുക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ അതിന്റെ കംപ്ലീഷനിലേക്ക് വന്നിട്ടില്ല. തിരക്കുകൾ കൊണ്ടും അതിനൊരു കോൺസെൻട്രേഷൻ നമുക്ക് വേണമല്ലോ ഒരു ബുക്ക് എഴുതുന്നതിന്. അപ്പൊ അതിന്റെ ഒരു അവസാന ഭാഗത്തേക്കൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ എന്റെ പിതാവ് ജീവിച്ചിരുന്ന സമയത്ത് പലപ്പോഴും എന്നോട് പറയുമായിരുന്നു, നീ ആ ബുക്ക് എഴുതി തീർക്കണം. കാര്യം ഒത്തിരി തന്റെ അനുഭവങ്ങൾ, വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും അതിലുപരിയായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നതുകൊണ്ട് കർത്താവ് നടത്തിയ വിധങ്ങളും ഒക്കെ താൻ പലപ്പോഴും ഞങ്ങൾ ഭവനത്തിൽ ചെല്ലുമ്പോഴും എപ്പോഴും കണ്ടാലും തനിക്ക് അത് മാത്രമേ പറയുവാനുണ്ടായിരുന്നുള്ളൂ. എപ്പോഴും അത് പറയുമ്പോൾ ഞങ്ങൾക്കത് വലിയ സന്തോഷമായിരുന്നു. അപ്പൊ ഞാനിതെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പലപ്പോഴും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. എൻ്റെ മക്കളോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും ഒക്കെ ഞാനിത് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. കാരണം പഴയ തലമുറ അനുഭവിച്ച ദൈവിക സന്തോഷം ഇന്നത്തെ തലമുറയിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം അന്നത്തെ കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ചർച്ചുകളിൽ, നമ്മുടെ കൂട്ടായ്മകളിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ, ഒരു ഭാരം വന്നാൽ നമ്മളെല്ലാവരും കൂടെ ഓടി അങ്ങോട്ടങ്ങ് പോവുക ചെയ്യുന്നത്. ചെറിയവരെന്നോ വലിയവരെന്നോ ഒന്നും അന്ന് ചിന്തിക്കുന്നില്ല. അത് വലിയ വീടാണെന്നോ ഇരിക്കാൻ സ്ഥലമുണ്ടെന്നോ ഇതൊന്നും ആർക്കും അന്നത്തെ കാലത്ത് ഒരു വിഷയമല്ല. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഓടിച്ചെന്ന് ആ ഭവനത്തിൽ എല്ലാവരും അങ്ങ് മുട്ടുകുത്തുക, ദൈവസന്നിധിയിൽ ദൈവത്തോട് നിലവിളിക്കുക, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, എൻ്റെ അമ്മച്ചിയുടെ ഒരു കസിൻ, എൻ്റെ ഒരു മകൻ, ഒരു കൊച്ചു കുഞ്ഞാണ്. എൻ്റെ അമ്മച്ചി ജോലിക്ക് പോയിരിക്കുകയാണ്, പപ്പ ജോലിക്ക് പോയിരിക്കുകയാണ്. ആ ഭവനത്തിൽ, എൻ്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ആ ഭവനം. ആ ഭവനത്തിൽ ഒരു കുഞ്ഞിന് പെട്ടെന്ന് അസ്വസ്ഥത വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ള ചിന്തയോട് തന്നെയാണ് ഇരിക്കുന്നത്. എൻ്റെ അമ്മച്ചി അന്ന് ചട്ടയും മുണ്ടുമാണ് ഉടുക്കുന്നത്. അമ്മച്ചിയുടെ ഡ്രസ്സിങ്ങും ഒക്കെ ഒരു പ്രത്യേകതയായിരുന്നു. ആ അമ്മച്ചി വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ഇന്നടത്ത് ഇന്നാര് കുഞ്ഞ് മരിച്ചു പോയി, ആ അവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പെട്ടെന്ന് താൻ ഉടുക്കുന്ന ഒരു നേരിയതും എടുത്തുകൊണ്ട് ആ ഭവനത്തിലേക്ക് പോയത്. കാര്യം കുഞ്ഞിനെ കിടത്തണമല്ലോ. അവിടെ കൊണ്ടു ചെന്ന് അവര് ആ കുഞ്ഞിനെ അതിൽ കിടത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ദൈവം ആ കുഞ്ഞിനെ മരണത്തിൽ നിന്ന് ആ ലാസറിനെ ഉയർപ്പിച്ചതുപോലെ അവനെ ജീവനോടെ ദൈവം എഴുന്നേൽപ്പിച്ചത്. അവൻ അന്ന് കൊച്ചു കുഞ്ഞാണ്, എന്നാൽ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായി അനേകരുടെ മുൻപിൽ കർത്താവ് അവനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിഞ്ഞത്, ഞാനത് കണ്ടു വളർന്ന ഒരാളാണ്. അത് ഞാൻ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർപ്പിച്ചിട്ട് മുമ്പോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പപ്പായും അമ്മച്ചിയും വിശ്വാസത്തിന് വേണ്ടി വളരെ ത്യാഗം സഹിച്ചിറങ്ങിയതാണ്. എൻ്റെ അമ്മച്ചിയുടെ വീട്ടില് അവര് പാരമ്പര്യമായി യാക്കോബായ സമുദായത്തിലായിരുന്നത് കൊണ്ട് 8 മക്കളുള്ള ഭവനത്തിൽ നിന്ന് രണ്ടാമത്തെ ആളാണ് എൻ്റെ അമ്മച്ചി. ഭവനത്തിൽ നിന്ന് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ അമ്മച്ചിയുടെ അപ്പച്ചൻ വളരെ പ്രയാസം, വളരെ പ്രതികൂലം അവരിൽ നിന്നൊക്കെയും ഉണ്ടായി. കാരണം ആ ഭവനത്തിന് നാണക്കേട് വരുത്തി എന്ന് പറഞ്ഞ് അമ്മച്ചി ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ട അനുഭവമുണ്ട്. താൻ ഉടുക്കുന്ന ഡ്രസ്സുകളെല്ലാം എടുത്ത് കിണറ്റിനകത്തിട്ടിട്ട് നീ ഇത് ഒന്നും ധരിക്കണ്ട എന്ന് പറഞ്ഞ അനുഭവം തന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അന്ന് താൻ ജോലിയുള്ള ആളാണ്, എങ്കിലും കിട്ടുന്ന ശമ്പളം മുഴുവൻ ഭവനത്തിൽ കൊണ്ടു കൊടുക്കണം. ഒന്നിനും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് താൻ കർത്താവിന് വേണ്ടി നിന്നത്. അതുപോലെ തന്നെ എൻ്റെ പപ്പയുടെ ഭവനത്തിലും പപ്പ തന്നെ വിശ്വാസത്തിൽ വന്നു. താനെ ജോലിയോടുള്ള ബന്ധത്തിൽ ബോംബെയിലായിരിക്കുമ്പോഴാണ് കർത്താവിനെ അറിയുവാനിടയായത്. കർത്താവിനെ അറിഞ്ഞ ആ സാഹചര്യത്തിൽ അന്ന് പാസ്റ്റർ കെ ബ്രാപ്പച്ചനാണ് എൻ്റെ പപ്പായെ സ്നാനപ്പെടുത്തുന്നത്. ആ ഒരു സ്നേഹത്തിൽ താൻ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയി ജോലി കഴിഞ്ഞ് വന്ന സമയം മുതൽ എപ്പോഴും അവർക്ക് കിട്ടുന്ന സമയവും അവർക്ക് കിട്ടുന്ന ഭൗതിക നന്മയൊക്കെ കർത്താവിന് വേണ്ടി ചിലവിടണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു പിന്നീട് അവർക്കുണ്ടായിരുന്നത്. അവരറിഞ്ഞ ദൈവിക സന്തോഷം, ആ രക്ഷയുടെ സന്തോഷം, അവരുടെ പ്രിയപ്പെട്ടവർ, അവരുടെ ദേശം, അവരറിയുന്നവരൊക്കെ
മറ്റുള്ളവർക്ക് ഇത് അറിയണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം കൊണ്ട് അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ആയിരിക്കുന്ന ഇടങ്ങളിലും എല്ലാം കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് കൃപ നൽകി. ഞാൻ എൻ്റെ പപ്പയുടെ പേര് PG ജോൺ എന്നാണ്, എൻ്റെ അമ്മച്ചിയുടെ പേര് കുഞ്ഞമ്മ ജോൺ എന്നാണ്. അറിയുന്ന പലരും ഉണ്ടാകാം എന്നെ ശ്രദ്ധിക്കുന്നവർ. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ കർത്താവിന് വേണ്ടി ആ വെൺമണിയുടെ ദേശത്ത് നിന്നു. ആ കാലങ്ങളിൽ വളരെ ചുരുക്കം, വിരലിൽ എണ്ണാവുന്ന മാത്രം ദേവദാസന്മാരാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ഓർമ്മയില് ഞാൻ കേട്ടറിയുന്നത് വെച്ച് ഇന്ന് IPCയുടെ ഞങ്ങളുടെ മാവേലിക്കര ഡിസ്ട്രിക്റ്റിന്റെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ തോമസ് ഫിലിപ്പിന്റെ ഫാദർ TK ഫിലിപ്പ് സാർ അന്ന് ഞാൻ വെൺമണിയിൽ ഉള്ള കർത്താവിന്റെ ദാസനാണ്. അങ്ങനെയുള്ള ചുരുക്കം ചിലർ മാത്രമാണ് അന്ന് കർത്താവിന് വേണ്ടി വേർതിരിയപ്പെട്ടവർ ആ ദേശത്തുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ഈ പ്രിയപ്പെട്ടവരുടെ എല്ലാം ദൈവസന്നിധിയിലുള്ള ആ പ്രവർത്തനവും പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചതുകൊണ്ട് ഇന്ന് വെൺമണി എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാരുടെ ദേശമായിട്ടാണ് അറിയപ്പെടുന്നത്. അനേക സഭകൾ IPCയുടെ തന്നെ എൻ്റെ ഓർമ്മയിൽ ഒരു 10 സഭകളിൽ കൂടുതൽ ആ ഒരു 3-4 കിലോമീറ്ററിനുള്ളിൽ കാണും. മറ്റു സഭകളെല്ലാം അനേക പ്രിയപ്പെട്ടവരെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാകുവാൻ എൻ്റെ മാതാപിതാക്കൾക്കും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ അഭിമാനത്തോടെ പറയുവാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പപ്പ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നത് കൊണ്ട്, ഗവൺമെന്റ് ജോലി ആയിരുന്നത് കൊണ്ട്, ആ 31-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പപ്പായ്ക്ക് അറിയാം ശമ്പളം കിട്ടും. ഇന്നത്തെ പോലെ ഓൺലൈനിലൊന്നും അല്ലല്ലോ. ആ ശമ്പളവുമായിട്ട് പപ്പ വീട്ടിൽ വരുന്നതിന് മുൻപേ നേരെ കുമ്പനാടേക്ക് പോകും. കുമ്പനാട്ട് കടന്നുപോയി KA പ്രാപ്പച്ചനെ കൊണ്ടുവന്ന് ഭവനത്തിൽ താമസിപ്പിച്ച് ചില ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥനയോ കാത്തിരിപ്പ് യോഗങ്ങളോ ഒക്കെ നടക്കും. എൻ്റെ ഓർമ്മയുണ്ട്, ഞങ്ങളുടെ വീട്ടില് അന്ന് അപ്പച്ചന് ബാത്റൂം വരെ പോകുവാൻ ബുദ്ധിമുട്ടാണ്, കൈ കഴുകാൻ പോകാൻ ബുദ്ധിമുട്ടാണ്, ശാരീരികമായി ക്ലേശമൊക്കെ ഉള്ള സമയമാണ്. അന്ന് എൻ്റെ പപ്പ ഞങ്ങളുടെ ബെഡ്റൂമിന്റെ ഒരു കോർണറിൽ തന്നെ അപ്പച്ചന് കൈ കഴുകാനും ഒക്കെ ആയിട്ട് ഒരു ടാങ്ക് ഒക്കെ എക്സ്ട്രാ ഉണ്ടാക്കി അങ്ങനെ വരുന്ന ദൈവദാസന്മാരെ ഉൾക്കൊള്ളുവാനും താമസിപ്പിക്കുവാനും അവരുടെ ആ സ്നേഹവും വാത്സല്യവും ഒക്കെ അനുഭവിപ്പാൻ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. എനിക്ക് രസകരമായ ചില അനുഭവങ്ങളും ഉണ്ടായതായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത് 1-2 കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാസ്റ്റർ TG ഉമ്മച്ചൻ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉമ്മച്ചനപ്പച്ചൻ എൻ്റെ ഭവനത്തിൽ വന്ന് ദിവസങ്ങൾ താമസിച്ച് ബൈബിൾ സ്റ്റഡി നടത്തുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ ആ സമയത്ത് എൻ്റെ ഇളയ സഹോദരന് ഒരു 3-4 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോ അപ്പച്ചൻ അന്ന് പല്ല് വെച്ചിരിക്കുന്നതാണ്. അപ്പച്ചൻ രാത്രി ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഈ പല്ലെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് അവിടെ ടേബിളിന്റെ പുറത്ത് വെച്ചിരിക്കും. അപ്പൊ പിറ്റേ ദിവസം രാവിലെ എൻ്റെ സഹോദരന് അപ്പച്ചൻ കിടക്കുന്നതല്ല, രാവിലെ ആ റൂമിന്റെ വാതിക്കലൊക്കെ പോയി ആളിങ്ങനെ നോക്കും. കൊച്ചു കുഞ്ഞാണെന്നവന് അവിടെ പോയി നോക്കിയപ്പോ ഒരു ദിവസം ഇവൻ പോയി നോക്കുമ്പം അപ്പച്ചൻ ഈ പല്ലെടുത്ത് വായിലേക്ക് വെക്കുന്നതാ കണ്ടത്. ഇവൻ ഓടി കിച്ചനകത്ത് വന്ന് എൻ്റെ പപ്പായുടെ അമ്മച്ചിയോടും പറഞ്ഞു, പപ്പ അപ്പച്ചൻ പല്ല് തിന്നെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ചോദിച്ചു എന്താ സംഭവം. അപ്പച്ചന്റെ അടുത്ത് ചെന്നേച്ച് എൻ്റെ പപ്പ പറഞ്ഞു, എൻ്റെ മോൻ വന്നിങ്ങനെ പറയുന്നു. അന്ന് എല്ലാവരും അത് പറഞ്ഞ് ചിരിച്ചു. ഇന്ന് ഞാൻ പറഞ്ഞ എൻ്റെ സഹോദരൻ മാവേലിക്കര ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറി ആയിട്ട് ഇത് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഒരു സഭയുടെ പാസ്റ്ററായിട്ടും ഇന്ന് കർത്താവിൽ എൻ്റെ വേലയിലായിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ, മറക്കുവാൻ കഴിയാത്ത ഒത്തിരി സ്നേഹവും വാത്സല്യവും ഒക്കെ കർത്താവിന്റെ ദാസന്മാരിൽ കൂടെ അനുഭവിപ്പാനിടയായി. കർത്താവിന്റെ ദാസന് CK ഡാനിയൽ അപ്പച്ചന് ദാനിയൽ പ്രവചനം ഒക്കെ ചാർട്ട് വെച്ച് പഠിപ്പിച്ചതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കുക. അന്നൊക്കെ ഞാൻ ചെറിയ കുഞ്ഞാ, 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായം. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസൻ ലാസർ V. മാത്യുവിന്റെ ഫാദർ അവർ കുടുംബമായി ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് താമസിച്ചിട്ട് ആ ദേശം മുഴുവൻ പകലെല്ലാം ഹൗസ് വിസിറ്റിംഗ്, വൈകുന്നേരം ആകുമ്പോൾ പരസ്യയോഗം, രാത്രിയിൽ വീടിന്റെ മുറ്റത്ത് കൺവെൻഷൻ, ഒന്നും നോക്കാതെ ഇവരെല്ലാം വന്ന് കർത്താവിന്റെ വേല ചെയ്ത ഒരു ദേശമാണ് വെൺമണി എന്ന് പറയുന്നത്. ഇന്ന് ആ ദേശത്തെ ദൈവം വളരെ അനുഗ്രഹിച്ചു. എല്ലാ വീടുകളിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവ് എല്ലാവരെയും ആക്കി തീർത്തു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കൊടുത്താൽ ഒരിക്കലും കർത്താവിന് വേണ്ടി കൊടുത്തിട്ട് ആരും അത് പാവങ്ങളായി തീരുവോ അല്ലെങ്കിൽ ഇല്ലാത്തവരായി തീരുവോ ചെയ്യുകയില്ല എന്ന് എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കണ്ടു വളരുവാനും അത് മനസ്സിലാക്കുവാനും കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ആ വളർന്നു വന്ന സാഹചര്യത്തിൽ ഞങ്ങൾ 4 മക്കളാണ്. അതിൽ മൂത്ത ആളാണ് ഞാൻ പറഞ്ഞ സഹോദരൻ എൻ്റെ ഏറ്റവും ഇളയ ആളാണ്. ഞങ്ങളുടെ ഇടയിൽ 2 പേരുണ്ട്. ഞങ്ങൾ 3 പെണ്ണും ഒരാണുമാണ്. അതിൽ 3 പേരും ഇന്ന് കർത്താവിന്റെ വേലയിൽ ഫുൾ ടൈമിലായിരിക്കുന്നു. ഒരു സഹോദരി മാത്രം US-ലാണ്. താനും പാർട്ട് ടൈമായിട്ട് കർത്താവിന്റെ വേലയും ജോലിയും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം,
എൻ്റെ മാതാപിതാക്കൾക്ക് ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ അവർക്ക് ആഗ്രഹമോ അല്ലെങ്കിൽ അവർ താല്പര്യപ്പെട്ടിരുന്നുവെങ്കിൽ ഞങ്ങളെ ഏതെങ്കിലും ഒരു ജോലി മേഖലകളിലൊക്കെ ആക്കി വിടാമായിരുന്നു. ഞങ്ങളെ പഠിക്കാൻ ആവുന്നിടത്തോളം ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. ആരും പഠിക്കാൻ മോശവുമായിരുന്നില്ല. പക്ഷേ എൻ്റെ പപ്പായ അമ്മച്ചി പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം രണ്ട് കുടുംബത്തിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ, അവരുടെ ജോലി, അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമയം ചിലവിട്ടത്. അതുകൊണ്ട് പൂർണ്ണ സമയം കർത്താവിൻ്റെ വേല നിങ്ങൾ ചെയ്യണം, ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാതിരുന്നത് നിങ്ങളാൽ അത് പരിഹരിക്കപ്പെടണമെന്ന് പറഞ്ഞ് പലപ്പോഴും ഞങ്ങൾ കിടക്കുന്ന കട്ടിലൊക്കെ വന്നിരുന്ന് എൻ്റെ അമ്മച്ചി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യമൊന്നുമല്ലല്ലോ. അതിരാവിലെ ഞങ്ങൾ ഉണരുന്നതിന് മുൻപേ രണ്ടുപേരും ജോലിക്ക് പോയിരിക്കും. സദ്യയായി ഞങ്ങൾ ഉറങ്ങാൻ സമയമൊക്കെ ആവുമ്പോഴത്തേക്കാണ് അവർ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ പോലും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കോട്ടേജ് മീറ്റിംഗ് മുടക്കത്തില്ല, ഒരു ദിവസത്തെ മീറ്റിംഗ് മുടങ്ങാൻ ഞങ്ങളെയും അനുവദിക്കത്തില്ല. ശനിയാഴ്ച സ്കൂളിലേതൊന്നും പഠിക്കേണ്ട, ദൈവവചനം വായിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധത്താൽ അന്ന് ഞങ്ങൾക്കതൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നിയെങ്കിലും ഇന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ആ ഒരു പ്രാക്ടീസും ആ ഒരു ട്രെയിനിങ്ങും ഒക്കെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങളെ ഇത്രത്തോളം നിലനിർത്തിയത്. കാരണം ദൈവവചനമൊക്കെ നിർബന്ധമായി വായിക്കുവാൻ പറയുമായിരുന്നു. അന്ന് വായിച്ച അന്ന് ഉൾക്കൊണ്ട അനേക ദൈവവചനങ്ങളാണ് ഇപ്പോഴും ഹൃദയത്തിൽ പലപ്പോഴും പൊങ്ങി വരാറുള്ളതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവർക്ക് ഒരു ബുക്ക് ഓർഡർ പോലും കറക്റ്റ് പറയാൻ അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ മാതാപിതാക്കൾ അതിനുവേണ്ടി അധികം ശ്രമിക്കുന്നുമില്ല എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം ആർക്കും കടക്കാരനല്ല. കർത്താവിനെ സേവിപ്പാൻ പരമാർത്ഥ ഹൃദയത്തോടെ ഇറങ്ങിയവരുടെ തലമുറയെ ഒന്നും ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. പക്ഷേ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നമ്മുടെ അളവുകോലൊക്കെ ഇപ്പൊ ഭൗതികമായ വിഷയങ്ങളിലാണ് നമ്മുടെ കാഴ്ചപ്പാടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, 1 ശമൂവേലിന്റെ പുസ്തകത്തില് നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു വാക്യമാണല്ലോ 2:30. അത് വളരെ സന്തോഷത്തോടെ മനഃപ്പാഠമായി അതിന്റെ സെക്കൻഡ് പാർട്ട് പലപ്പോഴും പറയാറുണ്ട്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. ആ വാക്യം നമ്മൾ പലപ്പോഴും പറയുകയും ഉരുവിടുകയൊക്കെ ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ വചനമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നതായിട്ട് നിർബന്ധത്താലാണെങ്കിലും അല്ലെങ്കിൽ ഇത്രയും വർഷമായി കേൾക്കുന്ന ദൈവവചനത്തിന്റെ ഓർമ്മയിൽ നിന്നുമൊക്കെ ഈ വാക്യം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ വാക്യം പലപ്പോഴും ഉരുവിടുന്നുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ദൈവവചനം വായിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് തന്നെ സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാതാപിതാക്കൾ നമ്മളെ അന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കത്തുമില്ല, അല്ലെങ്കിൽ അവർ പറയുന്നതായിരുന്നു നമ്മൾ അനുസരിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഭവനങ്ങളിൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്നതല്ലേ നമ്മൾ കേൾക്കുന്നത്? പല കുഞ്ഞുങ്ങളും അപ്പനമ്മമാരെ അനുസരിക്കാൻ ഇന്ന് തയ്യാറാകുന്നില്ല. നമ്മൾ പോലും ചിന്തിച്ചു പോകുന്നത് നമ്മുടെ മക്കൾക്ക് നമ്മളെക്കാൾ കുറച്ചുകൂടെ ലോകപരിചയമുണ്ട്, കമ്പ്യൂട്ടർ, ഫോണ്, ഈ വക കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ അവർക്കറിയാം. അതുകൊണ്ട് പല കാര്യങ്ങൾക്കും മാതാപിതാക്കൾ ഇന്ന് അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് പല കാര്യങ്ങളിലും നാം അവരെ ഡിപ്പെൻഡബിൾ ആയി തീർന്നിരിക്കുകയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, നോ പറയേണ്ടടുത്ത് പറയുവാനുള്ള അധികാരവും അവകാശവും മാതാപിതാക്കളായി നമ്മൾക്കുണ്ട്. ദൈവവചനത്തിന്റെ വ്യവസ്ഥയും അത് തന്നെയാണ്. ഇല്ല എങ്കിൽ ഇന്ന് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വരട്ടെ, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. ഞാൻ അതിന്റെ പശ്ചാത്തലത്തിലേക്കോ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്കോ ഒന്നും ഇറങ്ങുന്നില്ല. അതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞത് ഏലി പുരോഹിതന്റെ മക്കളെ സംബന്ധിച്ചുള്ള വിഷയമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ 2-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ 30-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയം. അപ്പൊ അങ്ങനെ ഒരു ആലോചന ദൈവം ഏലി പുരോഹിതന്റെ കുടുംബത്തിന് കൊടുത്തിരുന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഒരിക്കലും ആകെയില്ല എന്നത് തിരുത്തി പറയുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലും അത് എടുത്തു പറയുന്നുണ്ട്. ഏലിയുടെ ഭവനത്തിന്റെ അകൃത്യത്തിനും യാഗത്താലും വഴിപാടിനാലും
ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. അപ്പൊ ദൈവം പറയുന്ന ആലോചന മാറ്റുമോ എന്നൊരു സംശയം എന്റെ ഹൃദയത്തിലേക്ക് വന്നു. മാറ്റും പ്രിയമുള്ളവരെ, അവിടെ എഴുതിയത് അതാണല്ലോ, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. ആ പുരോഹിതനായ ഏലിയുടെ ആ ആലയത്തിൽ വളർന്നു വന്ന കുഞ്ഞുങ്ങൾ അതിന്റെ പല വാക്യങ്ങളിലും പറയുന്നുണ്ട്, അവരെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പാപം ചെയ്തു, ദൈവത്തിന് ഹിതമല്ലാത്തത് ചെയ്തത് കൊണ്ട് ആ തലമുറയെ അവിടെ നിന്ന് ദൈവം പറഞ്ഞ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളഞ്ഞു. എന്നാൽ ആ സ്ഥാനത്തേക്ക് ഒരർഹതയുമില്ലാത്ത, ഒരു സാധ്യതയുമില്ലാത്ത ഒരു ശമൂവേൽ ബാലനെ ദൈവം കൊണ്ടുവരുവാനിടയായി. അവൻ ആ ദൈവത്തിങ്കിൽ നിന്നുള്ള വിളി കേൾക്കുവാൻ അവിടെ നമുക്ക് കാണുവാൻ വായിക്കുവാൻ കഴിയുന്നുണ്ട്. ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ വിശ്വസ്ത പ്രവാചകൻ, യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ജനറേഷനിൽ നാം വളരെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ മാതാപിതാക്കളായിരിക്കുന്നവർ ആ മാതൃകയോടെ നിന്നില്ല എങ്കിൽ നാം പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല എന്ന് ആ വചനം വായിച്ചപ്പോൾ ദൈവാത്മാവന്റെ ഹൃദയത്തിൽ ഒന്നുകൂടെ ഒരു ഉറപ്പ് നൽകുവാനിടയായി. എന്താണെന്ന് എനിക്കറിയത്തില്ല, ദൈവാത്മാവനെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാനത് പറയുവാനിടയായത്. പറഞ്ഞതിന്റെ കാരണം എന്റെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയും അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പക്വതയും ആ ദൈവസ്നേഹവും ഒക്കെ ഞങ്ങൾക്ക് കണ്ടു വളരുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ദൈവം ഇത്രത്തോളം നിർത്തിയെന്നല്ലാതെ മറ്റു നമ്മുടെ കഴിവ് കൊണ്ടൊന്നും നമുക്കതിന് സാധ്യമല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള ഒത്തിരി സ്വഭാവങ്ങൾ നമുക്കുണ്ട്, ഒത്തിരി സ്വഭാവങ്ങളുണ്ട്. അതൊക്കെ പലപ്പോഴും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ പൊന്തി വരാറുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ദിവസം തോറും ദൈവമക്കളാണെങ്കിൽ നാം അതിനെ ദണ്ഡിപ്പിച്ച് മരിപ്പിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം ജയകരമായി കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഞാൻ എൻ്റെ ടെസ്റ്റിമണിയിലേക്ക് മുമ്പോട്ട് പോകട്ടെ. മാതാപിതാക്കൾ വളരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു. അവർ ചിലവിട്ടതും ചിലവാക്കിയതും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തലമുറയായി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തലമുറകളായി ഞങ്ങൾ 4 പേരും കർത്താവിന് വേണ്ടി വിവിധ ഇടങ്ങളിലായിരിക്കുന്നു. എൻ്റെ നേരെ ഇളയ സഹോദരി കുഞ്ഞുങ്ങൾ, അവർക്ക് 4 കുഞ്ഞുങ്ങളാണ്. അവർ 4 പേരും ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അവർ മാതാപിതാക്കളും ഇപ്പോൾ അവിടേക്ക് കടന്നു പോയിരിക്കുന്നത്. അതിൻ്റെ ഇളയ സഹോദരി ഫേബ എന്നാണോ അവളുടെ പേര്, അവര് US-ലായിരിക്കുന്നു. 4-മത്തതാണ് എൻ്റെ സഹോദരൻ. ഞാൻ പറഞ്ഞല്ലോ, അവൻ കർത്താവിന്റെ വേലയിൽ വളരെ ശക്തിയോടെ ഈ നാളുകളിൽ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊക്കെ എനിക്ക് എൻ്റെ സഹോദരനെ സംബന്ധിച്ച് എനിക്ക് പറയുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അവനിപ്പോൾ ഞാനും അവനുമായിട്ട് 10 വയസ്സിന് വ്യത്യാസമാണുള്ളത്. അവന് കർത്താവിന്റെ ദാസനാണ്. മാതാവും പിതാവും ജോലിയൊക്കെ കഴിഞ്ഞ് പെൻഷനൊക്കെ ആയതിനു ശേഷം അവന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് എൻ്റെ മാതാവ് ശാരീരികമായി സൗഖ്യമില്ലാതെ കുറച്ച് നാൾ രോഗിയായി കിടക്കേണ്ടി വന്നു. എന്നാൽ ആ രോഗിയായിരുന്ന മാതാവിനെ വളരെ സന്തോഷത്തോടെ എൻ്റെ സഹോദരൻ ശുശ്രൂഷിച്ചു. അത് കഴിഞ്ഞ് പലപ്പോഴും എല്ലാവരും പറഞ്ഞു, സഹോദരിമാരൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയല്ലോ, നിനക്കും പോകാനുള്ള സാധ്യതകളുണ്ടല്ലോ, ഇല്ലെങ്കിൽ ശുശ്രൂഷ സംബന്ധമായാലും പോകാൻ സാധ്യമാകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സഹോദരൻ പറഞ്ഞു, ഇല്ല, എൻ്റെ പപ്പായുടെ കാലം കൂടെ കഴിയാതെ ഞാൻ എൻ്റെ പപ്പായെ വിട്ടിട്ട് എങ്ങോട്ടും പോകത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം ഏപ്രിലാണ് എൻ്റെ പപ്പ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. 88 വയസ്സുള്ളവനായിട്ട് മരിക്കുമ്പോഴും യാതൊരു പ്രശ്നവുമില്ലാതെ രാവിലെയും വളരെ ആരോഗ്യത്തോടെ എന്നെ ഫോൺ ചെയ്ത് സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് ഒരു ക്ഷീണം വന്നു. ഒരു ദിവസം പോലും എൻ്റെ സഹോദരൻ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷൈൻമാമേ, 1 മണിക്കൂർ പോലും എൻ്റെ പപ്പായെ ശുശ്രൂഷിക്കാൻ എനിക്ക് അവസരം ഉണ്ടായില്ലല്ലോ. അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു മരണം എൻ്റെ പപ്പായ്ക്ക് കർത്താവ് കൊടുത്തു. ഞാൻ പറഞ്ഞത്, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിന്റെ ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ എത്ര രൂപ ഡിപ്പോസിറ്റ് ചെയ്താലും അതൊന്നും അതിന് പകരമാകില്ല. പ്രിയമുള്ളവരെ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞതുപോലെ നാം ചെയ്യാമോ? ഒന്നും നാം മറ്റുള്ളതിലേക്ക് പോകട്ടെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ ചിലർ ആ വാക്യം മാറ്റി പറയാറുണ്ട്. അത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതോടുകൂടെ സകലവും, അങ്ങനെ ഒരു വാക്യം വേദപുസ്തകത്തിൽ ഇല്ല. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന അതോടുകൂടെ ഇതൊക്കെയും എന്നുള്ളത് അതിന്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. തിന്നുവാനുള്ളത്, കുടിക്കുവാനുള്ളത്, ഉടുക്കുവാനുള്ളത്, നമുക്ക് വേണ്ടുന്നതെല്ലാം
അന്നന്നത്തേക്കുള്ളത് കർത്താവ് നമുക്ക് നൽകും. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ നാളെക്കുറിച്ച്, അല്ലെങ്കിൽ അടുത്ത വർഷം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ അവരുടെ ഭാവി, ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ്, ഇന്നേ നമ്മൾ ചിന്തിക്കുക, കുഞ്ഞ് ജനിക്കുമ്പോൾ മുതലേ നമ്മൾ ചിന്തിക്കുക. ആ ചിന്തയിൽ നിന്നാണ് നമുക്ക് ആകുല ചിന്ത ഉണ്ടാകുന്നതും ടെൻഷൻ ഉണ്ടാകുന്നതും ഒക്കെ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുമ്പോഴാണ് അതിന്റെ സന്തോഷം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, ഞാനിതെല്ലാം വിട്ട്, ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവം ഭവനമൊക്കെ തന്നിരുന്നു. എന്നാൽ അതെല്ലാം വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലും അങ്ങനെ ചിന്ത വന്നിട്ടുണ്ട്. എന്നാൽ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ ഒരിക്കലും അങ്ങനെ വെറും കൈയായി ഒന്നും വിടത്തില്ല. നീ എൻ്റെ വേലയാ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നെ ആ കാര്യത്തിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ ആ ഒരു ധൈര്യത്തിൽ പിന്നെ ആ ചിന്ത ഹൃദയത്തിലേക്ക് കൊണ്ടുവരാതെ ദൈവസന്നിധിയിൽ ഇട്ടുകൊടുത്തത് കൊണ്ട് ഞാൻ പ്രാഗൽഭ്യത്തോടെ പറയുകയാണ്, ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഇന്നും പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറയട്ടെ, അങ്ങനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തി. എൻ്റെ 21-ാമത്തെ വയസ്സിൽ ആണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടാളിയെ ദൈവം തന്നു. അന്ന് ബഹറിലായിരുന്നു, താൻ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു. താനും ഒരു ദൈവദാസന്റെ മകനായിരുന്നു. ദേവദാസന്റെ മകനെന്ന് പറയുമ്പോൾ നമുക്കിന്ന് അറിയപ്പെടുന്ന കർത്താവിന്റെ ദാസനാണല്ലോ ഷാരോൺ തോമാച്ചാൻ. ഷാരോന്റെ ഫൗണ്ടർ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തോടൊപ്പമൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു പിതാവായിരുന്നു എൻ്റെ ഫാദറിലോ. അപ്പച്ചൻ അന്ന് തിരുവല്ലയിലെ സ്വദേശമാണെന്ന് ഞാൻ പറഞ്ഞു. അവിടെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്നു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അപ്പച്ചന് ദൈവാത്മാവ് കൊടുത്ത ഒരു നിയോഗം അനുസരിച്ച് തനിക്ക് അന്ന് തിരുവല്ലയിൽ ഉണ്ടായിരുന്ന ഭവനവും എല്ലാം വിറ്റ് പാലക്കാടേക്ക് താൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നു. അത് 65 കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ പാലക്കാട് എന്നൊക്കെ പറയുന്നത് ദൈവദാസന്മാർ ചുരുക്കം ചില ഭവനങ്ങളിൽ ഇരുന്ന് ആരാധിക്കുന്ന ആ സമയത്താണ്. എന്നാൽ താനും തൻ്റെ കുടുംബമായി എന്നവര് 7 മക്കളുണ്ട്. അപ്പച്ചന്റെ ഫാദർ കൂടെ ഉണ്ട്. അങ്ങനെ 10 അംഗങ്ങളാണ് അവര് തിരുവല്ലയിൽ നിന്ന് പാലക്കാടേക്ക് കടന്നു വന്ന് ഒരു ചെറിയ ഭവനമൊക്കെ വാങ്ങിച്ച് അവരിവിടെ താമസമായി. ഇവിടെ സഭയോ മറ്റു കാര്യങ്ങളൊന്നും അവർക്കൊന്നും അറിയത്തില്ല. അവർ പലയിടങ്ങളിൽ പോയി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവിന് വേണ്ടി ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ആ കാലങ്ങളിൽ ഒരു 10 വർഷത്തോളം അവർ വളരെ വളരെ പ്രയാസപ്പെട്ട് ജീവിച്ച ഒരു കാലഘട്ടം. ആ കാലഘട്ടങ്ങളിലാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ ആൺകുഞ്ഞുങ്ങളാണ്. 5 ആണുങ്ങളും 2 സഹോദരിമാരുമാണ്. അതിലൊരു സഹോദരി ഈ ദേശത്ത് വെച്ച് തന്നെ സൗഖ്യമില്ലാതെ പെട്ടെന്ന് രോഗിയായി. അപ്പൻഡിസൈറ്റിസ് വർദ്ധിച്ച് അവർക്കന്ന് ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകാനുള്ള സാഹചര്യമൊന്നും അന്നില്ല. അന്നത് അറിയത്തുമില്ല. ആ സാഹചര്യത്തിൽ പെട്ടെന്ന് താൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെയുള്ള പല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഇവിടെ നിൽക്കുവാൻ കഴിയാതെ അവർ മടങ്ങി 75 തിരിച്ച് മാവലിക്കരയിലേക്ക് തിരുവല്ലയിലേക്ക് കടന്നു പോകുവാനിടയായി. ഞാൻ പറഞ്ഞത്, ആ ഒരു ബുദ്ധിമുട്ടും ഭാരവും സുവിശേഷ വേലയിൽ കൂടെ അവർക്ക് ഉണ്ടായ അനുഭവങ്ങളും അപ്പച്ചനുണ്ടായ കാഴ്ചപ്പാട് അന്ന് മക്കൾക്കുണ്ടാകണമെന്നില്ലല്ലോ. അതുകൊണ്ട് അവർ ആ അനുഭവങ്ങളിൽ കൂടെ അവരിനി ഒരിക്കലും കർത്താവിന്റെ വേല ആരും ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവൻ പ്രത്യേകിച്ച് അവർക്ക് ഉണ്ടായിരുന്ന നിന്നയൊക്കെ ഒന്ന് മാറ്റി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന പിതാവിന്റെ ഈ സാഹചര്യത്തിൽ നിന്ന് പേരൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെന്നൊക്കെയുള്ള വലിയ വാശിയും കാര്യങ്ങളിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നവരാണ്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവൻ അന്ന് ബഹറിൽ ജോലിയോടുള്ള ബന്ധത്തിലാണ്. ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കർത്താവ് ഞങ്ങൾക്ക് തന്നു. തിരുവല്ലയിൽ തന്നെ ഞങ്ങൾക്ക് സ്വന്തമായ ഭവനവും വാഹനങ്ങളും എല്ലാം കർത്താവ് അന്നത്തെ സാഹചര്യത്തിൽ തന്നു. എന്നാൽ ഞാൻ പറഞ്ഞത്, അപ്പോഴൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യണം, കർത്താവിന്റെ വേല ചെയ്യണം. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ കണ്ടതാണ്. അതുകൊണ്ട് പല അപകടങ്ങൾ അനർത്ഥങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും അവിടെ നിന്നൊക്കെയും കർത്താവ് രക്ഷിച്ചു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു 2-2.5-3 വയസ്സുള്ളപ്പോൾ എൻ്റെ ഒരു പേപ്പട്ടി കടിച്ചതാ. പേപ്പട്ടി കടിച്ചിട്ട് എൻ്റെ കൈ ഇത്രയും ഭാഗം, അന്ന് കൊച്ചു കുഞ്ഞാണ്, കൈ ഇത്രയും ഭാഗം പട്ടിയുടെ വായിലായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് അതിൽ നിന്ന് വിടുവിച്ചു. അന്നത്തെ സാഹചര്യത്തിൽ കൊച്ചു കുഞ്ഞാണല്ലോ, എൻ്റെ പുക്കിളിന് ചുറ്റും ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് ഇവര് നോക്കിയിരിക്കുകയാണ്.
സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പപ്പായും അമ്മച്ചിയും ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നിരിക്കുന്നവരും 2 കുടുംബക്കാരും വളരെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുകയാണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പപ്പ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, 90ാമത്തെ ദിവസം എൻ്റെ വായിൽ കൂടെ നുരയും പതയും ഒക്കെ വന്ന് മരണമാണെന്ന് തന്നെ മുൻപിൽ ചിന്തിച്ച സ്ഥാനത്ത് എൻ്റെ പപ്പ വേഗം എന്നെ എടുത്ത് തോളയിൽ ഇട്ടുകൊണ്ട് ഓടി ചർച്ചിലേക്ക് കടന്നുപോയി എന്ന് എൻ്റെ ഓർമ്മയിൽ. PO ചെറിയാച്ചൻ എന്ന് പറയുന്ന AGയിലെ ഒരു പാസ്റ്റർ, അവർ എൻ്റെ അമ്മച്ചി AG ചർച്ചിലായിരുന്നു, ചർച്ചിലെ പാസ്റ്റർ ആയിരുന്നു. ആ കർത്താവിന്റെ ദാസനൊക്കെ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ആ കർത്താവിന്റെ ദാസന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന്, പാസ്റ്ററെ എൻ്റെ കുഞ്ഞ് പോയി എന്ന് പറഞ്ഞാണ് പപ്പ ഓടിച്ചെല്ലുന്നത്. ഒരു ബോധവും ഇല്ലാതെ തോളയിൽ കിടക്കുന്ന ഒരു കുഞ്ഞ്. അവിടെ ചെന്ന് പ്രിയ അപ്പച്ചൻ പെട്ടെന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പപ്പ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞത്, ഓരോ അനർത്ഥങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും കർത്താവ് ജീവനോട് ശേഷിപ്പിച്ചത് നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ സാമർഥ്യം കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ യോസഫിനെ പോലെ പൊട്ടക്കുഴി മതിയായിരുന്നു അവസാനിക്കാൻ, ഇല്ലെങ്കിൽ ആ കച്ചവടക്കാരന്റെ കയ്യിൽ അകപ്പെട്ടപ്പോൾ മതിയായിരുന്നു അവസാനിക്കാൻ, ഇല്ലെങ്കിൽ പൊത്തിഫേറിന്റെ ഭവനത്തിൽ വെച്ച് അവന്റെ ജീവിതത്തെ അവിടുന്ന് പിശാച് തട്ടിക്കളയാമായിരുന്നു, എന്നാൽ കാരാഗ്രഹം കൊണ്ട് അവസാനിക്കാമായിരുന്നു. ഇല്ല പ്രിയമുള്ളവരെ, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവം അവന് നൽകിയ ഒരു ദർശനം ഉണ്ടായിരുന്നു. ആ ദർശനത്തിന്റെ സമാപ്തിയിലേക്ക് നടക്കുമ്പോൾ വഴിയിൽ അല്പമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ അവിടെ ഒന്നും നാം തകർന്നു പോകാനോ തീർന്നു പോകാനോ നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന പദ്ധതിയിൽ എത്തുന്നത് വരെ നമ്മുടെ കർത്താവ് അതിന് അനുവദിക്കത്തില്ല എന്ന് ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ രുചിച്ചറിയുവാൻ കർത്താവ് ഞങ്ങൾക്കും കൃപ തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ പറഞ്ഞല്ലോ, താനും വിചാരിച്ചു വേണ്ട ജോലിയൊക്കെ ചെയ്ത് കർത്താവിന്റെ വേലയ്ക്ക് സഹായിക്കുക. എൻ്റെ മാതാവ് ഒരിക്കൽ തനിക്കൊരു കത്ത് എഴുതിയപ്പോൾ, ബഹറിനി ജോലിയുള്ള സമയത്താണ് എൻ്റെ മാതാവ് ഒരു കത്ത് എഴുതി, മോനെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, അനേകരുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതായിട്ട്, അതുകൊണ്ട് ദൈവം അങ്ങനെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് തന്നാൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണേ എന്നും പറഞ്ഞൊരു കത്ത്. അന്നൊന്നും ഫോണിന്റെ സാഹചര്യം ഒന്നും ആയിട്ടില്ലല്ലോ. കത്ത് എഴുതി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് മറുപടി അമ്മച്ചിക്ക് എഴുതിയില്ല, എനിക്ക് എഴുതി, ഇനി മേലാൽ ഇങ്ങനെയുള്ള കത്ത് എനിക്ക് എഴുതരുത്, കാരണം ഈ ഒരു കാര്യത്തിന് എന്നെ കിട്ടത്തില്ല, അതൊരിക്കലും എന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് താൻ പറയുവാനിടയായി. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, നമ്മുടെ ചിന്തയും നമ്മുടെ വിചാരങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മുടെ വിചാരങ്ങളെക്കാളും നമ്മുടെ വഴികളെക്കാളും ദൈവത്തിന്റെ വഴികളും വിചാരങ്ങളും ഉയർന്നതാണ്. അതൊരിക്കലും താണതല്ല. പക്ഷെ അത് തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും കഴിയാത്തത് കൊണ്ടാണ് നാം നമ്മുടേതായിട്ടുള്ള ഈ ചെറിയ ബുദ്ധിയിലും ഈ ചെറിയ ചിന്തയിലും ഒക്കെ വെച്ച് നാളെ കൊണ്ട് നമ്മളങ്ങ് സ്വപ്നം കാണുക, ഇങ്ങനെ പോയാൽ അങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയാൽ അത് അങ്ങനെ സംഭവിക്കുള്ളൂ. ഒരിക്കലും ഇല്ല പ്രിയമുള്ളവരെ, നാളെ കുറിച്ച് നമുക്കെന്തറിയാം? എന്നാൽ നമ്മുടെ കർത്താവ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ഒന്നതിന് മുൻപേ നമ്മുടെ പേര് വരെയും തീരുമാനിച്ച കർത്താവ് ഒരു അമ്മയുടെ ഉദരത്തിൽ നമ്മളെ ഉരുവാക്കുന്നത്. ആ ഉരുവായ നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കണമെന്നും നമ്മുടെ അവസാനം എന്താണെന്നും ഇതിന്റെ ഇടയ്ക്കത്തെ കാര്യം എന്താണെന്നും ഒക്കെ അറിയാവുന്ന കർത്താവാണ് നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ നമ്മളത് പലപ്പോഴും തിരിച്ചറിയാതെ അനുസരിക്കാതെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചൊക്കെ പോകുന്നത് കൊണ്ട് പലപ്പോഴും ജീവിതയാത്രയിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ താമസിക്കുന്നു എന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായ ഒരു കുടുംബജീവിതം ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം ദാനം ചെയ്തു. 2 പെൺകുഞ്ഞുങ്ങളും ഒരു മകനുമാണ്. അവർ 3 പേരും ഇന്ന് കുടുംബസ്ഥരാണ്, സന്തോഷമായി അവർ ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ കുഞ്ഞുങ്ങളുമായി വളരെ സന്തോഷത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടേയിരുന്നു. ഞങ്ങളെ കുറ്റപ്പുഴ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചാണ് ഞങ്ങളുടെ മാതൃ ചർച്ച്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചാണ്. അനേക ദൈവദാസന്മാർ ആ ചർച്ചിൽ നിന്ന് തന്നെ പലയിടത്തേക്കും മിഷണറിമാരായിട്ടൊക്കെ പോയിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ഞങ്ങളുടെ ചർച്ചിലെ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ആ സാഹചര്യത്തിലൊക്കെ പലപ്പോഴും ഈ ദൈവദാസന്മാരിലൂടെയൊക്കെ ഞങ്ങളോട് ദൈവത്തിന്റെ ദൂത് പറയുമ്പോൾ ഇറങ്ങിപ്പോയ അനുഭവങ്ങൾ പോലും എൻ്റെ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിലുണ്ട്. കാരണം താൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ദൈവവചനത്തിൽ നിന്ന് എന്തെങ്കിലും പ്രസംഗിക്കാൻ കഴിയുമെങ്കിൽ പ്രസംഗിച്ചാൽ മതി, ഇങ്ങനെയുള്ള കാര്യമൊന്നും പറയണ്ട എന്ന് പറഞ്ഞ അനുഭവം പോലും ജീവിതത്തിലുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, കർത്താവ് വിട്ടില്ല. നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ എത്ര പേരുണ്ടായിരുന്നു, നമ്മളെക്കാൾ മിടുക്കന്മാർ എത്ര പേരുണ്ടായിരുന്നു, നമ്മളെക്കാൾ
വിദ്യാഭ്യാസമുള്ളവർ എത്ര പേരുണ്ടായിരുന്നു. പിന്നെ എന്തിനാ കർത്താവ് നമ്മുടെ പുറകെ ഈ നടക്കുന്നത്, എന്തിനാ കർത്താവിന്റെ കൈ നമ്മയുടെ കൂടെ ഇരിക്കുന്നതെന്നൊക്കെ ഇപ്പോഴാണ് പലപ്പോഴും ഞാൻ ചിന്തിക്കാനിടയായത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മക്കളോട് പറയുവാനിടയായി, ഈ ലൈവ് പ്രോഗ്രാമിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പ്രത്യേകിച്ച് ചർച്ചിലുകളിലായാൽ പോലും ആൾക്കാരെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ കഴിഞ്ഞ നാളിൽ കർത്താവ് എന്നോട് ചോദിച്ചു, നീ ഇരിക്കുന്നിടത്തിരുന്ന് നിന്നെ കൊണ്ട് എൻ്റെ നാമത്തെ ഉയർത്താൻ ദൈവം കണ്ട ഒരു മാധ്യമം നമുക്കറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു മാധ്യമം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാലഘട്ടം ഈ കോവിഡ് എന്ന മഹാമാരി വന്നതുകൊണ്ടല്ലേ ഇതിൽ ഇത്രത്തോളം വ്യാപ്തി നമുക്കുണ്ടായത്. ഇതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ പറയട്ടെ എൻ്റെ പ്രിയമുള്ളവരെ, എന്റെ ശരീരത്തിന്റെ ബലഹീനത നിമിത്തം എനിക്ക് എന്റെ ഭവനത്തിൽ നിന്ന് അടുത്ത ഭവനത്തിൽ പോലും തന്നെ പോയി എന്റെ കർത്താവിനെ കുറിച്ച് പറയാൻ കഴിയാത്ത ഒരാളാണ് ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നെ കാണുമ്പോൾ ഞാൻ സംസാരത്തിലോ എന്നെ കാഴ്ചയിലോ ഒന്നും പെട്ടെന്ന് അങ്ങനെ തോന്നിയില്ലെങ്കിലും ഇന്ന് ഞാനൊരു ഡിസേബിൾ ആയ ഒരാളാണ്. എൻ്റെ ശരീരത്തിന്റെ ബലഹീനത അത്രമാത്രമാണ്. ഞാൻ ഭവനത്തിൽ നിന്ന് പുറത്തോട്ട് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ആ സ്റ്റെപ്പിന്റെ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുള്ള സമയത്ത് അവർ ആരെങ്കിലും ഓടി വന്ന് എൻ്റെ അടുത്ത് നിൽക്കും. കാര്യം എനിക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഇന്ന് മക്കളാരും എൻ്റെ കൂടെ ഇല്ല. എൻ്റെ മകന്റെ വൈഫുണ്ട്. ആ മോളാണെങ്കിലും അവൾ ഓടി വന്ന് നിൽക്കും, മമ്മി എൻ്റെ കയ്യെ പിടിച്ചോന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ കർത്താവ് തന്നപ്പോൾ അതിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അനേക പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുന്നുണ്ടല്ലോ, അത് കേൾക്കുവാൻ കഴിയുമല്ലോ. അത് അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയി തീരുവാൻ, അനേകർക്ക് ഒരു വിടുതലിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. പല പ്രിയപ്പെട്ടവരും ആരോഗ്യമുണ്ടായിട്ടും പണമുണ്ടായിട്ടും സാഹചര്യമുണ്ടായിട്ടും സമയമുണ്ടായിട്ടും പലതും പഴി ചാരി നമ്മുടെ സമയം വെറുതെ കളയുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇതില്ലാതെ വരുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്നത്. ഞാൻ പറഞ്ഞു വരട്ടെ, ഞങ്ങൾ വിവാഹമൊക്കെ കഴിഞ്ഞ് 3 കുഞ്ഞുങ്ങളും ഒക്കെയായി വളരെ സന്തോഷത്തോടെ പോകുന്ന സമയത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിർബന്ധമായി പല ദർശനങ്ങൾ എനിക്ക് നൽകുവാനിടയായി തീർന്നു. പല ദൈവദാസന്മാരിലൂടെ ദൈവിക ആലോചനകളെ കർത്താവ് അറിയിപ്പാനിടയായി തീർന്നു. ആ സാഹചര്യത്തില് ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് ബഹറിനിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് താനെ ഇനി മടങ്ങി പോകുന്നില്ല, ഞങ്ങൾ ഭവനമൊക്കെ വെച്ചല്ലോ, അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് താനെ ഷാരോൺ ബൈബിൾ കോളേജിൽ പോയി കുറച്ച് നാള് പഠിക്കുവാനിടയായി. അതിന്റെ കാരണം കൂടെ ഞാൻ പറയാം. താന് ബഹറിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് സൗദി അറേബ്യയിലേക്ക് ജോലിക്കായിട്ട് കടന്നുപോയി. സൗദി അറേബ്യയിൽ ആയിരിക്കുന്ന സമയത്ത് തനിക്ക് വേണ്ട വിധത്തിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യമൊന്നും അന്നില്ല. താൻ കടന്നു പോകുന്ന സമയത്ത് താൻ കൊണ്ടുപോയ ഒരു ബൈബിൾ, അന്നൊന്നും ബൈബിളൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. 89-ലാണത്. ആ പോയ സമയത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബൈബിളാണ് കൊണ്ടുപോയത്. താൻ കൊണ്ടുപോകാൻ നേരം എനിക്കത് വലിയ സങ്കടമായിരുന്നു എൻ്റെ ബൈബിൾ കൊണ്ടുപോകുന്ന കാര്യത്തില്. പക്ഷെ താൻ അത് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഈ കറുത്ത ഇത് ആയിട്ടൊന്നും അന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് താൻ ഇതിന്റെ 2 സൈഡിൽ നിന്നുള്ള ഈ ബൈൻഡെല്ലാം എടുത്ത് കീറിക്കളഞ്ഞിട്ട് അകത്തെ പുസ്തകം മാത്രം പാന്റിന്റെ കാലിനകത്തൊക്കെ കയറ്റി വെച്ച് പെട്ടിക്കകത്തൊക്കെ വെച്ച് ഇത് കൊണ്ടുപോയി അവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യമായി ഗൾഫിലേക്ക് പോയ ഒരു സഹോദരൻ കൂടുണ്ട്. തനിക്ക് അറിയത്തില്ല എങ്ങനെയാ ലഗേജ് എടുക്കേണ്ടത്, എങ്ങനെയാ കാര്യം ചെയ്യുക. അപ്പൊ ഇദ്ദേഹം ആ സഹോദരനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയപ്പോൾ തൻ്റെ ലഗേജ് എടുത്തത് അവിടെ വെച്ചിട്ട് താൻ പോയി അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്ത് മടങ്ങി വന്ന് തൻ്റെ പെട്ടി എടുക്കുവാൻ നേരം അവിടെ കസ്റ്റംസുകാർ തന്നോട് പറഞ്ഞു പെട്ടി അവർക്കൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, പരിശോധിച്ചോളാൻ പറഞ്ഞു. മറ്റൊന്നും അതിനകത്തില്ലല്ലോ, അങ്ങനെയുള്ള ചിന്തകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇവര് പെട്ടി തുറന്ന് ഓരോന്നിങ്ങനെ കുടഞ്ഞ് ഇട്ടപ്പോ ഈ ബൈബിൾ അതിനകത്തുനിന്ന് അവർക്ക് കിട്ടി. അവര് പെട്ടെന്ന് അത് പ്രശ്നമാക്കി. ആ ബൈബിള് അവര് പറഞ്ഞു, ഇത് നിനക്ക് തരാൻ പറ്റത്തില്ല, ഇത് ഞങ്ങൾ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് അത് തന്റെ മുൻപിൽ വെച്ച് തന്നെ ഇത് വലിച്ചു കീറി അവരെ കൂടെ കളഞ്ഞു. തനിക്ക് ഒത്തിരി സങ്കടമായിപ്പോയി. കാരണം ഇതില്ലാതെ തനിക്ക് എന്താ അടുത്തൊരു സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാൻ പറ്റും? ദൈവവചനം വായിക്കാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അതും സൗദി അറേബ്യയാണ് തന്നെയാണ് പോയിരിക്കുന്നത്. ജോലി മേഖല എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. താൻ അവിടെ പോയതിനു ശേഷം അനേക നാളുകൾക്ക് ശേഷമാണ് താൻ ബൈബിൾ വായിക്കാൻ, തനിക്ക് സ്വന്തമായ ഒരു ബൈബിൾ പിന്നീട് കിട്ടിയത്. എന്നാൽ അതുവരെ താൻ ബൈബിൾ വായിച്ചിരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ആഴ്ചയിൽ ഒരിക്കൽ കത്തയക്കും. അപ്പൊ ഞാൻ മറുപടി അയക്കുമ്പോൾ
എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തരുന്ന നിയോഗം അനുസരിച്ച് പുതിയ നിയമത്തിൽ നിന്ന് ഒരു പേജ്, പഴയ നിയമത്തിൽ നിന്ന് ഒരു ഭാഗം, സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ഭാഗം, ഒരു പഴയ ബൈബിൾ അന്ന് വീട്ടിലുണ്ട്. അതിൽ നിന്ന് ഞാൻ ആ പേജ് എടുത്തിട്ട് കത്ത് വളരെ കുറച്ച് എഴുതിയിട്ട് ഈ പേജ് മടക്കി ആ പേപ്പറിനകത്ത് വെച്ച് ഞാൻ അയക്കുമായിരുന്നു. അതിൽ നിന്നാണ് താൻ അന്ന് ബൈബിൾ വാക്യങ്ങൾ വായിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ അന്ന് മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ആ ദേശത്ത് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ കുവൈറ്റ് ഇറാഖ് യുദ്ധം വരുന്നത്. ആ സമയത്ത് അമേരിക്കൻ പട്ടാളത്തെ അവർ ഇറക്കുന്ന സമയത്ത് അവർ ആദ്യം പറഞ്ഞ കാര്യം, അവർക്ക് ആരാധിക്കാൻ സ്ഥലം വേണം, അവർക്ക് വായിക്കാൻ ബൈബിൾ വേണം. ഷിപ്പ് കണക്കിന് ബൈബിളാണ് അവിടെ ഇറക്കിയത്. ആ കാലങ്ങളിൽ അനേക പ്രിയപ്പെട്ടവർ ആ ദേശത്ത് നിന്ന് കർത്താവിന് വേണ്ടി വേർതിരിയപ്പെടുവാനിടയായി. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ദൈവം നമ്മളെ ആക്കുന്ന ഇടത്ത് നാം ആരാണെന്ന് നാം തെളിയിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും ഇന്ന് നാം ഒരു പെന്തക്കോസ്തുകാരാണെന്ന് പോലും പറയുവാൻ മടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് സഭകളിൽ പോലും അതെല്ലാം അനുവദനീയമായി വന്നിരിക്കുകയാണ്. പണ്ട് നമ്മുടെ ചർച്ചുകളിൽ ഉണ്ടായിരുന്ന സ്ട്രിക്റ്റ് ഇന്ന് ചർച്ചുകളിലില്ല. പലതിനും നമ്മൾ അയവ് വരുത്തി. ഒന്നിന് അയവ് വരുത്തിയപ്പോൾ അടുത്തത് പിന്നെയും സഭയിലേക്ക് കയറി കൂടുകയാണ്. ഇന്ന് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ പറയാനോ ദൈവവചനം ശുശ്രൂഷിക്കാനോ പോലും ദൈവദാസന്മാർ മടിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. നമ്മളാൽ ആവോളം കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് കർത്താവിനെ സേവിപ്പാനും കർത്താവിനെ ആരാധിപ്പാനും നാം തയ്യാറായാൽ ദൈവപ്രവൃത്തി ഇന്നും വെളിപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഉദ്ധരിക്കുന്ന ഒരു വാചകമാണല്ലോ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലൊരു അനുഭവം ഞങ്ങൾക്ക് തരണം. അത് ഏത് അർത്ഥത്തിലാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം അഭിഷേകത്തിന്റെ കാര്യത്തിലാണോ, ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിലാണോ, കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിലാണോ, കർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണോ, ഏത് അർത്ഥത്തിലാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയട്ടെ, ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലേക്ക്, ഒരു വ്യവസ്ഥയ്ക്ക് അന്നും ഇന്നും എഴുതപ്പെട്ടത് മുതൽ ഇത്രയും വർഷങ്ങൾ പഴകിയിട്ടും അതിന് യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. എന്നാൽ നാം പലതിലും വ്യത്യാസം വരുത്തിയത് കൊണ്ട് ഈ കാലയളവുകളിൽ ദൈവപ്രവൃത്തി പലതും വെളിപ്പെടുവാൻ തടസ്സമായിരിക്കുന്നു. അത് നമ്മുടെ കുറവാണെന്ന് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് വല്ലതും പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ താൻ സൗദിയിലായിരുന്ന സമയത്ത് ആരാധനയ്ക്കോ കൂട്ടായ്മയ്ക്കോ ഒന്നും സാഹചര്യമില്ലാതെ വന്ന സാഹചര്യത്തിൽ താനായിരുന്ന മേഖലയിൽ നിന്ന് ദമാമിൽ നിന്ന് ഹേൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് റിയാദിലേക്ക് കടന്നു വന്നു. അവിടെ കുറച്ച് സഹോദരന്മാരോടൊപ്പം ഒക്കെ ദൈവത്തെ ആരാധിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ യുദ്ധം കടന്നു വരുന്നത്. യുദ്ധം കടന്നു വന്നു കഴിഞ്ഞ് കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നഷ്ടമായി. ഒന്നും നമുക്ക് മനസ്സിലാക്കും, ആരെ എവിടെയാ എന്താ, ഒരു ഫോണോ ഒരു ലെറ്ററോ ഒന്നും വരാൻ പറ്റാത്തൊരു സാഹചര്യം. അതും സൗദി അറേബ്യയിലായിരുന്നു താൻ താമസിച്ചിരുന്ന ബിൽഡിങ്ങിന്റെ അടുത്തുവരെ മിസൈലൊക്കെ വന്ന് വീണ് ആൾക്കാർ അനേകർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. എൻ്റെ ഹസ്ബൻഡിന്റെ മൂത്ത ജ്യേഷ്ഠനൊക്കെ അന്ന് ദുബൈയിലായിരുന്നു ജോലി. അവരൊക്കെ പൂർണ്ണമായി വിട്ടിങ്ങി വന്നു. കാരണം യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇനി എന്താണെന്ന് പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോലോ. അവർ ഭവനത്തിൽ വന്ന്, ഞങ്ങളെല്ലാവരും ഭവനത്തിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും TV ന്യൂസൊക്കെ കാണുമ്പോൾ ആ പ്രിയ മൂത്ത സഹോദരൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഷൈനി ഇതൊക്കെ കാണുമ്പോൾ എന്നെ വീട്ടിൽ വിളിക്കുന്നത് ഷൈനി എന്നാണ് എൻ്റെ പേര്. ഷൈനി ഇതൊന്നും കണ്ടിട്ട് ഷൈനിക്കൊന്നും തോന്നുന്നില്ല എന്ന് എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരമെല്ലാം എൻ്റെ ഹൃദയത്തിൽ, അന്ന് എനിക്ക് 2 കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോഴൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയട്ടെ. ആ യോസഫിന് കൊടുത്തതുപോലുള്ള ചില ദർശനങ്ങൾ, ദൈവം എന്നോട് പറഞ്ഞ ചില ദൈവിക വാഗ്ദത്തങ്ങൾ, അതൊക്കെ നിവർത്തിക്കുന്നത് വരെ കർത്താവ് ഒരിക്കലും ഒരു ദോഷം ഉണ്ടാകുകയില്ല എന്നെ ഹൃദയത്തിൽ ഒരു ധൈര്യം ദൈവം തന്നു. ആ കാലങ്ങളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് 10 ദിവസമായി, 20 ദിവസമായി, 30 ദിവസമായി, 40 ദിവസമായി, യാതൊരു അറിവുമില്ല. ആള് ജീവനോടുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഒരു 60 ദിവസം ആകുന്നത് വരെയും ഒന്നും അറിയാൻ കഴിയാത്തൊരു സാഹചര്യം. ആ സമയത്താണ് എൻ്റെ പപ്പ അന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഒരു ദിവസം, ഒരു 63ാമത്തെ ദിവസമാണെന്ന് എൻ്റെ ഓർമ്മ. എൻ്റെ പപ്പ പെട്ടെന്ന്, അന്ന് കായംകുളത്താണ് ജോലി ചെയ്യുന്നത്. പപ്പ പെട്ടെന്ന് വൈകുന്നേരം തിരുവല്ലായിൽ എൻ്റെ ഭവനത്തിലേക്ക് വന്നേച്ച് എന്നോട് പറഞ്ഞു, മോളെ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്, ഇന്ന് ബാബു എന്നെ വിളിച്ചിരുന്നു. അപ്പൊ എനിക്ക് ഒത്തിരി ഭയങ്കര സന്തോഷം തോന്നി. കാര്യം വിളിച്ച് എന്താ സംസാരിച്ചത്? അപ്പൊ എന്നോട് പറഞ്ഞു, ഫോൺ എടുത്തു, ഞാൻ ബാബു ആണെന്ന് പറഞ്ഞു, ഫോൺ കട്ടായി.
അപ്പൊ ആളുടെ ശബ്ദം ഞാൻ കേട്ടു, ആള് ജീവനോടുണ്ടെന്നുള്ളത് മാത്രം അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തായാലും കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ താന് വർഷങ്ങൾക്ക് മുൻപ് താൻ ഗൾഫിലേക്കൊക്കെ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്ന കാലത്ത് ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞ ഒരു ദൂതുണ്ട്, എൻ്റെ ഹസ്ബൻഡിനെ ഒരു പ്രാവശ്യം കൂടെ വിദേശത്തേക്ക് കർത്താവ് അയക്കും, ഒട്ടകങ്ങളുടെ രാജ്യത്തേക്ക് അയക്കും. പക്ഷെ അവിടെ വെച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള തീരുമാനമെടുക്കും. മടങ്ങി വരുമ്പോൾ അവന്റെ ജീവനല്ലാതെ ഒന്നും മടക്കി കൊണ്ടുവരത്തില്ലെന്നൊരു ദൂത് എന്നോട് പറഞ്ഞിരുന്നു. ഇതൊക്കെ നമ്മള് നിസാരമായി, കാരണം അന്ന് ഇതിനകത്ത് ജനിച്ചു വളർന്നത് കൊണ്ട് ഇതിന്റെ നല്ലതും അല്ലാത്തതും ഒക്കെ കണ്ടു വളർന്നത് കൊണ്ട് ഇതൊന്നും അത്ര സീരിയസ് ആയിട്ടൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഞാനൊന്നൊരു സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ കുഞ്ഞുങ്ങളെ ഭവനത്തിലുണ്ട്. ഞാൻ സ്കൂളിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഞാൻ നടന്നു പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് എൻ്റെ ഫ്രണ്ട് നിർത്തുക. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, രാവിലെ ആരോ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ഷോൾഡർ ബാഗുമായിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മുൻപിൽ, ഗൾഫിലേക്ക് പോയ ഒരാളാണ്, നാളുകൾ കഴിഞ്ഞ് വരികയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ച് ഇതെന്താ ഇത് സംഭവിച്ചത്. പക്ഷെ പെട്ടെന്ന് ഈ ദൈവാലോചന എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നു. അതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു ഭാരമൊന്നും തോന്നിയില്ല. ഞാൻ പറയട്ടെ, താന് ആയിരുന്ന ജോലി സ്ഥലത്ത് തൻ്റെ സ്പോൺസർ ഈ യുദ്ധമൊക്കെ വന്നപ്പോഴത്തേക്ക് ആള് സ്ഥലം വിട്ടു. അതുകൊണ്ട് തൻ്റെ പാസ്പോർട്ട് എല്ലാം നഷ്ടമായി. ഒരു പാസ്പോർട്ട് പോലും ഇല്ല, തിരിച്ചു കയറി വരാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ പെട്ടെന്ന് ഇന്ത്യക്കാരെയൊക്കെ കയറ്റിവിടുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യൻ എംബസി ചെന്ന് റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് ഒരു പേപ്പർ കഷ്ണം, ഒരു ടെമ്പററി പാസ്പോർട്ട് എന്നും പറഞ്ഞ ഒരു പേപ്പറിനകത്ത് തൻ്റെ പേരും കാര്യങ്ങളും എഴുതി കൊടുത്ത് അതും കൊണ്ടാണ് താൻ തിരിച്ച് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ ആ ദൂതൊക്കെ എത്ര കറക്റ്റ് ആയിരുന്നു എന്ന് പിന്നീട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ജീവനല്ലാതെ ഒന്നും മടക്കി കൊണ്ടുവരത്തില്ലെന്ന് പറഞ്ഞെടുത്ത് വിദേശത്തേക്ക് പോയ ഒരാൾ പാസ്പോർട്ട് പോലും ഇല്ലാതെ തിരിച്ചു മടങ്ങി വന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. മടങ്ങി വന്നപ്പോൾ അന്ന് മിസൈല് വീണപ്പോൾ താൻ വിചാരിച്ച് ഇനി മടങ്ങിപ്പോക്കില്ല, ഇവിടെ ഞാൻ തീർന്നു പോകുമെന്ന് വിചാരിച്ച് ഒരു ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിൽ ഇരുന്ന് ദൈവത്തോട് ഒരു തീരുമാനമെടുത്തു. കർത്താവെ, എന്നെ മടക്കി നാട്ടിലേക്ക് അയച്ചാൽ, ജീവനോടെ കർത്താവിനെ ശേഷിപ്പിച്ചാൽ ഞാൻ കർത്താവിന്റെ വേല ചെയ്തു കൊള്ളാമെന്ന് അവിടെ വെച്ച് താൻ ഒരു തീരുമാനത്തോടെയാണ് മടങ്ങി വന്ന ആ തീരുമാനത്തിന്റെ പുറത്താണ് പെട്ടെന്ന് ഷാരോൺ ബൈബിൾ കോളേജിൽ പോയി താൻ ക്ലാസ് ഒക്കെ പഠിക്കാൻ തുടങ്ങി. ഡേ സ്കോളറായിട്ട് പഠിത്തമൊക്കെ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഗൾഫിൽ ജോലി ചെയ്തിരുന്നവരായതുകൊണ്ട് അതിനനുസരിച്ചുള്ള വരുമാനം ഒന്നും കയ്യിൽ വരാതെ വന്നപ്പോൾ താൻ വിചാരിച്ച ഒരു ചെറിയ സൈഡ് ബിസിനസ്സിലൂടെ ആകട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ പരിപാടിയിലേക്കൊക്കെ പതുക്കെ നീങ്ങി. അന്ന് നമ്മുടെ KP യോഹന്നാന്റെ സെമിനാരിയുടെ പണിയാണ്. ആദ്യത്തെ ആ 12 ക്ലാസ് റൂമിന്റെ പണി തനിക്ക് ലഭിച്ചു. ഒന്നാമത്തെ ക്ലാസ് റൂമിന്റെ പണി വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. താൻ ഒത്തിരി മനക്കോട്ട കെട്ടി ഈ 12 ക്ലാസ് റൂം പണിത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കാശൊക്കെ കൈ വരും, തനിക്ക് ഒരു കോൺട്രാക്ടറായിട്ട് ഉല്ലസിച്ച് അവിടെയൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് ഞങ്ങളുടെ ചർച്ചിലിരുന്ന ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, 10 വർഷം ഞങ്ങളുടെ ചർച്ചയിൽ ഇരുന്നതാ. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഷൈനി, അവസാനത്തെ കച്ചിത്തുരുമ്പിലാ പിടിച്ചിരിക്കുന്നത്, പ്രാർത്ഥിച്ചോണോ എന്ന് പറഞ്ഞു. അന്നും ഞങ്ങൾ തമ്മിൽ ഒരു പ്രയാസമോ തമ്മിലൊരു കുറ്റപ്പെടുത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ പ്രാഗൽഭ്യത്തോടെ കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത വർഷം 25 ഏപ്രിലാകുമ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 40 വർഷം ആകുകയാണ്. 40 വർഷം. ഈ 40 വർഷത്തിനോടകം കർത്താവ് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിലും അതിന്റെ എല്ലാം നടുവിൽ കർത്താവ് നിർത്തി എന്നുള്ളതിന് ദൈവത്തിന് ഒത്തിരി സ്തോത്രം പറയുക. ഞാൻ പറയട്ടെ, കർത്താവിന്റെ ദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ മുതൽ ദൈവസന്നിധിയിൽ കരയുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു കർത്താവിന്റെ ദാസി ദൈവം തന്നെ പറഞ്ഞയച്ചതാണെന്നാണ് താൻ പറഞ്ഞത്. 5 ദിവസമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നോട് പറയുന്നു, നീ ഇന്ന ഭവനത്തിൽ പോകണം, ഇന്ന ഭവനത്തിൽ പോകണം, ഇന്ന ഭവനത്തിൽ പോകണം. ആളിനെ വ്യക്തമായി ദൈവം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ താൻ വിചാരിച്ചു, അവിടേക്ക് ഞാൻ ചെന്നാൽ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും. അപ്പൊ തന്നോട് പറഞ്ഞു എന്നാ പറയുന്നത്, ഒരു അരകല്ല ഭവനത്തിന്റെ ഒരു ഭാഗത്ത് കമത്തിയിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം അറിയത്തതേയില്ല. അങ്ങനെ എന്നെ സഹായിക്കാൻ വരുന്ന ഒരു സഹോദരിയുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ചില ദർശനങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയത്തില്ല എന്താണ് അടുത്ത ഒരു പദ്ധതി.
ആ സമയത്ത് ഈ സഹോദരി ഭവനത്തിൽ കടന്നു വന്നു. ഞാൻ കുഞ്ഞിനെയും കൊണ്ട്, അന്ന് എൻ്റെ ഇളയ മകന് 1 വയസ്സ് മാത്രം പ്രായമുള്ളൂ. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ബെഡ്റൂമിൽ അതിനെ ഉറക്കി കട്ടിലേ കിടത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ ഇപ്പൊ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അകത്തേക്ക് കയറുന്നത്. അപ്പോഴാണ് ഒരു സഹോദരി വെളിയിൽ നിന്ന് ഈ വന്ന സഹോദരിയുമായിട്ട് വളരെ വളരെ ഫ്ലൂവൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് ദൈവവചനം മാത്രമായി ഈ സഹോദരി പറയുന്നു. ഒന്നിനു പുറകെ ഒന്നായിട്ട് മാല കോർക്കുന്നത് പോലെ ഈ ദൈവവചനം സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതാരെ ഇത്ര ഇതായിട്ട് ഈ ദൈവവചനം ഇങ്ങനെ പറയുന്ന ഒരാള് എന്ന് വിചാരിച്ച് ഞാൻ വേഗം വെളിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ സഹോദരി ഇങ്ങനെ തലയിൽ കൂടെ ഒരു സാരിയൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു വെള്ള സാരിയൊക്കെ ഉടുത്തിരിക്കുന്ന, കയ്യിലൊരു ബൈബിളുണ്ട്. വെളിയിൽ തന്നെ നിന്നാണ് പുള്ളിക്കാരി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കാണുന്നതിന് മുമ്പേ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സഹോദരിയോട് ചോദിച്ചു, ഇവിടുത്തെ ആളൊരു പാസ്റ്ററാണോ എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി ഒരു ഹിന്ദുവാണ്. പുള്ളിക്കാരി പറഞ്ഞു, ഇപ്പൊ പാസ്റ്റർ ഒന്നും അല്ല, ചിലപ്പോൾ ഭാവിയിൽ ഒരു പാസ്റ്റർ ആകുമായിരിക്കും എന്ന് ആ സഹോദരി പറഞ്ഞു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ആ ഒരു കാഴ്ചപ്പാട് പോലും പലപ്പോഴും നമുക്കുണ്ടായിരുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഈ സഹോദരി ഇതെല്ലാം പറഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നോടൊന്നും മറുപടി പറയാനോ ഒന്നും ചോദിക്കാനോ ഒന്നും കഴിയാതെ വണ്ണം ഞാൻ നിൽക്കുകയാണ്. കാര്യം അത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം അവിടെ എനിക്ക് ഫീൽ ചെയ്തു. ഈ സഹോദരി എല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, 5 ദിവസമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, നീ ഇന്ന ഭവനത്തിലേക്ക് പോകണം, കാരണം എനിക്ക് ആ വീട് അറിയത്തില്ല, ഞാൻ എവിടെ പോകും എന്ന് ചോദിച്ചപ്പോൾ തന്നോട് പറഞ്ഞു, നീ വെളിയിൽ ഇറങ്ങി നിൽക്ക്, നിന്റെ തലയ്ക്ക് മുകളിലായിട്ട് ഒരു നക്ഷത്രം ഞാൻ കാണിച്ചു തരാം, അത് ചെന്ന് നിൽക്കുന്നിടത്ത് നീ നിന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ ഭവനത്തിന്റെ അവിടെ വന്ന് ഈ സഹോദരി ആ വഴിയിൽ അത്രയും താൻ തലയിൽ കൂടെ ഈ സാരി ഇട്ടുകൊണ്ട് തന്നെ ആ തന്റെ ഭവനത്തിൽ നിന്ന് എന്റെ ഭവനം വരെ എത്തുന്നത്. അങ്ങനെ വന്ന് വീട്ടിൽ നിൽക്കുന്ന സഹോദരിയോട് ചോദിച്ചു, ഇവിടെ ഒരു അരകല്ല് കമത്തി ഇട്ടിട്ടുണ്ടോന്ന്. അതൊക്കെ ഞാൻ അകത്തു നിന്ന് കേൾക്കുക. അപ്പൊ ഈ സഹോദരി പറഞ്ഞില്ല, ഞങ്ങൾ ഉപയോഗിക്കുന്ന കല്ലിതാണ്. ഉടനെ പറഞ്ഞ, അല്ല, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വീടിന്റെ പുറവശത്തായിട്ട് ഒരു പഴയൊരു സാധനങ്ങളെല്ലാം കൂടി ഇട്ടിരിക്കുന്ന ഒരു റൂമുണ്ട്. അപ്പം ഈ പുള്ളിക്കാരി പറഞ്ഞു, ഇങ്ങനെ ഒരു റൂമുണ്ട്, ഞാനൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ഒരു അരകല്ല് അവിടെ കമത്തിയിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരിക്കലും നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്തതും നമ്മുടെ ചിന്തയിൽ വരാത്തതുമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ കർത്താവിന് അറിയാം. ഇല്ലെങ്കിൽ പിന്നെ ഗീദയോന്റെ അപ്പന്റെ തൊഴുത്തിലെ കാളയുടെ വയസ്സ് കർത്താവിന് അറിയാമായിരുന്നില്ലേ? ദൈവത്തിന് അറിയാമായിരുന്നില്ലേ? ശമൂവേലിന്റെ പേര് ദൈവത്തിന് അറിയാമായിരുന്നില്ലേ? ഹാഗാറ് ആ മരുഭൂമിയിൽ നടന്നപ്പോ തന്റെ വർത്തമാനകാലം ദൈവത്തിന് അറിയാമായിരുന്നില്ലേ? യാക്കോബിനോട് യെശയ്യാ പ്രവചനത്തിൽ ചോദിക്കുന്നു, യാക്കോബേ, നിനക്ക് അറിഞ്ഞുകൂടെയോ ദൈവം നിന്റെ നിത്യ ദൈവമാണ് എന്ന് പറയുമ്പോൾ അവന്റെ ഭൂതകാലം ദൈവത്തിന് അറിയത്തില്ലേ? ഭാവി കാലം അറിയാവുന്ന ഒരു കർത്താവ് ഏലിയാവിനോട് പറയുന്നുണ്ട്, ആ ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുമ്പോ അവനോട് പറയുന്നുണ്ട്, നീ ഇവിടെ കിടക്കാനുള്ളവനല്ല. പക്ഷെ ഏലിയാവ് പറയുന്നത് എന്താ? മതി മതി മതി, മരിച്ചാ മതി, ഞാൻ ഇവിടം കൊണ്ടങ്ങ് തീരുക, ഇനി എനിക്ക് മുമ്പോട്ടൊന്നും പോകാനില്ല എന്ന് പറയുമ്പോ ചിന്തിച്ച് മരിച്ചാ മതി എന്ന് പറഞ്ഞ് കിടക്കുന്ന ഏലിയാവിന്റെ അടുത്ത് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുന്നത്, ഇല്ല, നീ എഴുന്നേൽക്ക്, നിനക്ക് ഇനി ദൂരയാത്ര ചെയ്യാനുണ്ട്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, നമ്മുടെ ഭൂതകാലവും നമ്മുടെ വർത്തമാനകാലവും നമ്മുടെ ഭാവി കാലവും എല്ലാം, നമ്മുടെ പേര്, നമ്മുടെ വയസ്സ്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ തലമുറയെ കുറിച്ചാണോ നീ ഭാരപ്പെടുന്നത്? നിന്റെ മകൾക്ക് വയസ്സ് കൂടിപ്പോയി എന്ന് ഓർത്ത് വിവാഹമൊന്നും നടക്കുന്നില്ല എന്നോർത്താണോ നീ ഭാരപ്പെടുന്നത്? നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഓർത്താണോ നീ ഭാരപ്പെടുന്നത്? നിനക്കിന്ന് മരുഭൂമിയുടെ അവസ്ഥയാണെന്ന് ഓർത്താണോ നീ ഭാരപ്പെടുന്നത്? എന്നെ കരുതുവാൻ ആരുമില്ലെന്ന് ഓർത്താണോ ഭാരപ്പെടുന്നത്? ഞാൻ പറയട്ടെ, നിന്റെ എല്ലാ സാഹചര്യങ്ങളും നന്നായി അറിയുന്ന ഒരു ദൈവമാണ് നിന്നെ വിളിച്ചിറക്കി ഈ വഴിയിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ അവൻ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. അവൻ ആ നിത്യത വരെ നിന്നെ കൊണ്ടുപോകും. അതുകൊണ്ടാ പറഞ്ഞ, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ട്. അങ്ങനെ വാക്ക് പറഞ്ഞവരാരുമില്ല. നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞാൻ എപ്പോഴും നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞവർ വരെയും ഒരു പരിധിക്കപ്പുറം ആരും നമ്മോട് കൂടെ കാണത്തില്ല. ഇല്ല, എത്ര സ്നേഹിക്കുന്നവരായാലും കല്ലറയോടുകൂടെ തീരുമ്പോൾ ഒരിക്കലും തീരാത്ത ആ നിത്യ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുത്ത ആ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോകാൻ കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ ഞങ്ങള് കർത്താവിന്റെ ദാസൻ മടങ്ങി വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ
ഇത് പറഞ്ഞ ആ സഹോദരി ഭവനത്തിൽ നിന്ന് മടങ്ങിപ്പോയപ്പോൾ മുതൽ എൻ്റെ ഹൃദയത്തിന് ഒരു വല്ലാത്ത ഭാരം. അന്ന് വൈകുന്നേര സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരും മറ്റൊരു എഞ്ചിനീയറുണ്ട്, അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അവർ ഒരുമിച്ച് ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ഞാൻ വേഗത്തിൽ വെള്ളമൊക്കെ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സഹോദരി ഇവിടെ വന്നിരുന്നു. ആ സഹോദരി ഓൾറെഡി ഈ മീനൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു സഹോദരിയാണ്. തനിക്ക് ലങ്സിൽ ക്യാൻസർ ഉണ്ടായിട്ട് അത് റിമൂവ് ചെയ്തിട്ട് ലങ്സിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടൊരു ഈ സ്ട്രക്കിയോസ്റ്റമി ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ അമർത്തി വെച്ചിരിക്കുന്ന ഒരു കോർക്ക് പോലൊരു സാധനം ഇങ്ങനെ അമർത്തി വെച്ചാണ് താൻ സംസാരിക്കുന്നത്. ഇങ്ങനെ കൈവിട്ടാൽ താൻ സംസാരിക്കുന്ന ശബ്ദം വായിൽ കൂടെ വരത്തില്ല, ഇതിൽ കൂടെ അങ്ങനെ പോകും. അങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് താനായിരിക്കുന്നത്. എന്നാൽ തനിക്ക് ലഭിച്ച വിടുതൽ, തനിക്ക് ദൈവം നൽകിയ ആ വിദ്യാഭ്യാസമൊന്നുമില്ല. താൻ എന്നോട് പറഞ്ഞത്, മീൻ കച്ചവടം ചെയ്താൽ പോലും കറക്റ്റായിട്ട് പൈസ വേണ്ടി മേടിക്കാൻ എനിക്ക് അറിയത്തില്ലെന്ന് ആ സഹോദരി എന്നോട് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സഹോദരിയെ കൊണ്ട് എന്നോട് ദൂത് പറയിച്ചപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു എന്താണെന്നറിയാമോ, അനേക ദൈവദാസന്മാരിലൂടെ നിന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ബിലയാമിനോട് കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ച ദൈവമായി എന്നെ കൊണ്ട് ഇപ്പൊ നിങ്ങളോട് സംസാരിപ്പിക്കുന്നതെന്ന് ലാസ്റ്റിൽ എന്നോട് പറഞ്ഞു. അത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബന്ധകോസ്തി ജനിച്ചു വളർന്ന് ആരംഭത്തിൽ ഒത്തിരി അപ്പച്ചന്മാരുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു, പാരമ്പര്യവും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ലാന്നും എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ആ കർത്താവിന്റെ ദാസി എന്നോട് ഇത് പറഞ്ഞ് താൻ പ്രാർത്ഥിച്ച് ഭവനത്തിൽ നിന്ന് ഇങ്ങനെ കൂടെ ലാസ്റ്റ് പറഞ്ഞു, ഇനി നിങ്ങൾ ഇത് നിരസിച്ചാൽ ദൈവശിക്ഷ നിശ്ചയമാണെന്ന് പറഞ്ഞിട്ടാണ് സഹോദരി മടങ്ങിപ്പോയ സമയം മുതൽ എൻ്റെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത വേദന. എൻ്റെ പ്രിയപ്പെട്ടവൻ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു ശബ്ദമില്ലാത്ത, സംസാരിക്കാൻ കഴിയാത്ത ഒരു സഹോദരി വന്ന് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ദൈവം നമുക്ക് കൈക്ക് കൈ, കാലിന് കാല്, നമുക്ക് വേണ്ടുന്ന സാമ്പത്തിക നന്മകൾ ഇതെല്ലാം തന്നിട്ടും നാം കർത്താവിന് വേണ്ടി എന്തോ ചെയ്യുന്നു എന്ന് ഞാൻ ചോദിച്ച് അങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞത് അങ്ങ് വിട്ടെങ്കിലും പിന്നെ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരം. അന്ന് മുതൽ ഞാൻ വാസ്തവമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു, ഞാൻ എൻ്റെ കുഞ്ഞിനെ, ഞാൻ പറഞ്ഞല്ലോ സെപ്റ്റംബർ 21 അവനൊരു വയസ്സാകുന്നു. 27 25 26 ദിവസങ്ങളിലൊക്കെ എൻ്റെ ഹൃദയം വല്ലാത്തൊരു ടെൻഷനിലാണ്. ആ വീട്ടിൽ എന്നെ സഹായിക്കാൻ വരുന്ന സഹോദരിയോട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ് സഹോദരി, ആരെങ്കിലും വന്ന് വിളിച്ചാൽ എന്നെ വിളിക്കരുത്, ഞാനൊരു ഇച്ചിരി സമയം പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ ദൈവസന്നിധിയിൽ ചെന്ന് കുഞ്ഞിനെ കട്ടിലേക്ക് കിടത്തിയിട്ട് ഞാൻ അവിടെ മുട്ടുകുത്തി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്നെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതിന് സമയമൊക്കെ ആയെങ്കിൽ നീ അതിനൊരു മുഖാന്തരം ഒരുക്കണം, അതിനുവേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിച്ചോളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ വാചകത്തിന്റെ സീരിയസ്നെസ് എന്താണെന്നോ ഗൗരവം എന്താണെന്നോ ഒന്നും അന്നേരം ഞാൻ ചിന്തിച്ചില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഹൃദയത്തിന് ഒരു ആശ്വാസം തോന്നി. അത് കഴിഞ്ഞ് 27 ഞങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവൻ രാവിലെ സൈറ്റിലേക്കൊക്കെ പോയി ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ചു. എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഒരു കൺവെൻഷൻ നടക്കുന്നു, അടുത്ത് തന്നെയാണ്, നടന്നു പോകാനുള്ള ദൂരമേ എനിക്കുള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു, വൈകുന്നേരം ഞാൻ അവിടേക്ക് വന്നേക്കാം, കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങ് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കൺവെൻഷൻ സ്ഥലത്തേക്ക് പോയി. ചുരുക്കി ഞാൻ പറയുകയാണ്, കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി ഭവനത്തിലേക്ക് പോകുവാൻ നിൽക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ കാനവച്ചനാണെന്ന് പ്രസംഗിച്ചത്. അദ്ദേഹത്തെ യാത്ര അയച്ചു, വന്നവരെയൊക്കെ യാത്ര അയച്ചു മടങ്ങി പോകുവാൻ ബൈക്കിൽ, ബുള്ളറ്റാണ്, അതിലോട്ട് കയറാൻ പറഞ്ഞു. ഞങ്ങൾ 5 പേരും വണ്ടിയെ കയറി. ഞങ്ങളത് ചില വർഷങ്ങളായി ആ വാഹനത്തിൽ അങ്ങനെ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ ഒരാളെ ഫ്രണ്ടിൽ ഇരുത്തി, ഒരാളെ ഇടയ്ക്ക് ഇരുത്തി, മോനെ എൻ്റെ കയ്യിലും വെച്ചിട്ടുണ്ട്. കയറി ഇരുന്നോ എന്ന് ചോദിച്ചു. ഇരുന്നു എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി മൂവ് ചെയ്തത് മാത്രം എനിക്കറിയാം. മൂവ് ചെയ്ത് ഗിയർ ചേഞ്ച് ചെയ്യുന്നതിന് മുൻപേ പെട്ടെന്ന് ഞാൻ അടിച്ച് താഴെ വീഴുവാനിടയായി. കാരണം ഞാൻ ഉടുത്തിരുന്ന സാരിയുടെ ആ തുമ്പ് വീൽ സോക്കറ്റിനകത്ത് ചുറ്റി. 1 സെക്കൻഡ് കൊണ്ട് അത് ഞാൻ ഉടുത്തിരുന്ന പ്ലീറ്റ്സിന്റെ അവിടെ വരെയും അതിനകത്ത് പെട്ടെന്ന് കയറി. എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞ് ഇഴുകി താഴെ പോയി. പെട്ടെന്ന് അടിച്ച് താഴെ വീണു. ലെഫ്റ്റ് സൈഡ് അടിച്ച് താഴെ വീണു. താന് വണ്ടിയിൽ നിന്ന് വിട്ടാല് വണ്ടി എൻ്റെ ദേഹത്തായിരിക്കും. കുഞ്ഞുങ്ങൾ 2 പേരും കൂടെ ഭയങ്കര കരച്ചിൽ. ആൾക്കാർ കൺവെൻഷൻ കഴിഞ്ഞ് പോയിട്ടേ ഉള്ളൂ. അവരെല്ലാം വേഗത്തിൽ ശബ്ദം കേട്ടോണ്ട് ഓടി വന്ന് അടുത്തുള്ള ഭവനത്തിലുള്ളവരൊക്കെ. പക്ഷെ ഞാൻ ബോധം കേട്ടില്ല കേട്ടോ. കാര്യം ഇവിടെ ഇങ്ങനെ ഈ തല ലെഫ്റ്റ് സൈഡ് മുഴുവൻ അടിച്ച് ഇച്ചിരി വലിച്ചോണ്ട് പോയി. കാലിന്റെ 10 വിരൽ വരഞ്ഞിട്ടുണ്ട്. പുറത്ത് ഈ പിരികം ഇങ്ങനെ പറഞ്ഞങ്ങ് പോയി. മൂക്കിൽ കൂടെ ബ്ലീഡിങ് ഭയങ്കരമായിട്ട്. അതൊക്കെ പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഇതൊന്നും സീരിയസ് ആയിട്ട് തോന്നിയില്ല. കാരണം കുഞ്ഞിനെ കാണാനില്ല, എൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ കാണാനില്ല, അനക്കവും ഇല്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു രാത്രി സമയമാണ്, കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് തന്നെ
ചിന്തിച്ചു. ഞാൻ എൻ്റെ കാര്യം ചിന്തിക്കുന്നില്ല, പെട്ടെന്ന് കുഞ്ഞിനെ അന്വേഷിക്കുക എന്നുള്ള ഒരു ചിന്തയായി. എല്ലാവരും വളരെ ഭാരത്തോടെ ചുറ്റുപാടൊന്നും നോക്കിയിട്ട് കുഞ്ഞിനെ കാണുന്നില്ല, അനക്കോ ഇല്ല. പെട്ടെന്ന് ആരോ ഓടി വന്ന് ഒരു കത്തി കൊണ്ടുവന്ന് ആ സാരി കട്ട് ചെയ്ത് വണ്ടി ഇങ്ങനെ നിവർക്കുമ്പോൾ വണ്ടിയുടെ 2 വീലിന്റെ ഇടയ്ക്കായിട്ട് ആളിങ്ങനെ കുഞ്ഞി കിടക്കുകയാണ്. പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു ആള് തീർന്നു എന്ന് തന്നെ വിചാരിച്ചു. ഞങ്ങൾക്ക് നാളുകളായി എൻ്റെ ഭവനത്തിൽ ഞങ്ങൾ 3 പെൺകുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചിട്ട് 5 പെൺകുഞ്ഞുങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു ആൺകുഞ്ഞാണ്. അപ്പൊ അത്ര വാത്സല്യവും സ്നേഹവും ഒക്കെ എല്ലാവരും കൊടുത്ത് ഇരിക്കുന്ന ആ ഒരു സമയം പെട്ടെന്ന് ഒരു വല്ലാത്ത ഭാരഹൃദയത്തിലേക്ക് വന്നു. പെട്ടെന്ന് ഈ കുഞ്ഞിനെ കണ്ടപ്പം കുഞ്ഞ് മരിച്ചു എന്നുള്ള ചിന്തയിൽ മറ്റാരും ഇതിനെ തൊടാതിരിക്കുക. പെട്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ടവൻ തന്നെ പറഞ്ഞു, കുഞ്ഞിനെ വലിച്ചെടുക്കാൻ പറഞ്ഞു. ഒരു സഹോദരി ഈ ഒരു കൈ മാത്രം വെളിയിലോട്ട്, 1 വയസ്സുള്ള കുഞ്ഞല്ലേ, കൈ കണ്ടു, ആ കയ്യിൽ പിടിച്ച് വലിച്ചെടുത്തപ്പോൾ ഇവൻ ഇങ്ങനെ കണ്ണ് തുറന്നിരിക്കുകയാണ്. അപ്പോഴും നമുക്ക് കുഞ്ഞിന് ജീവനില്ല എന്നുള്ളതാണ് ചിന്ത. അപ്പൊ പെട്ടെന്ന് ഞാൻ തന്നെ ആ സഹോദരിയോട് പറഞ്ഞു, അവനെ ഒന്ന് പിടിച്ചൊന്ന് കൊടയാൻ പറഞ്ഞു. ഒന്ന് കൊടഞ്ഞു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ആശ്വാസമായി, കുഞ്ഞിന് ജീവനുണ്ടല്ലോ. അത് കഴിഞ്ഞാണ് പിന്നെ എന്നെ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ എന്നോട് എഴുന്നേക്കാൻ പറയുമ്പോൾ എനിക്ക് എഴുന്നേക്കാനൊന്നും കഴിയുന്നില്ല. എൻ്റെ ഫീല് എനിക്ക് ലെഫ്റ്റ് കാലില്ല, അതാണ് അന്നേരത്തെ എൻ്റെ ഫീല്. മൂക്കിൽ കൂടെ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ട്, അതൊന്നും അന്നേരം ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് എന്നെ എടുത്ത് തിരുവല്ല സായിപ്പിന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടിരുന്ന അവർ പറഞ്ഞു പറ്റത്തില്ല, വേറെ കോട്ടയം മെഡിക്കൽ കോളേജിലോ വേറെ എവിടോട്ടേലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ അത്രയും ബ്ലീഡിങ് ഇങ്ങനെ ചെയ്തുകൊണ്ട് ബ്ലഡ് പൊക്കോട്ടേ ഇരിക്കുക. പെട്ടെന്ന് അവിടുന്ന് പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ പെട്ടെന്ന് നമ്മുടെ നിർബന്ധത്താൽ നമ്മുടെ ഒരു ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ എവിടോട്ടേലും കൊണ്ടുപോകാമെന്നുള്ള ചിന്തയിൽ അവിടേക്ക് കയറ്റി. പിന്നെ അവിടെ ചെല്ലുമ്പോൾ മുടിയെല്ലാം അങ്ങ് കട്ടയായി. അപ്പോഴത്തേക്ക് ഈ ബ്ലഡ് കൊണ്ട് അത് കഴിഞ്ഞ് എൻ്റെ കയ്യിലൊരു വാച്ച് ഉണ്ടായിരുന്നു. ആ വാച്ച് ഊരാൻ നോക്കുമ്പോഴാണ് എൻ്റെ കൈയുടെ ഇത്രയും ഭാഗം ചെത്തി പോയേക്കുന്നത് പോലെ പോയിരിക്കുക. സൈലൻസറേലോ മറ്റോ കൊണ്ടിട്ട് അത്രയും ഭാഗം അങ്ങ് പൊള്ളി. അതൊന്നും ഞാൻ അറിയുന്നില്ല ആ സമയത്ത്, ഇതൊന്നും എനിക്ക് ഫീൽ ആകുന്നില്ല. പെട്ടെന്ന് ഡോക്ടർ എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് എക്സ്റേ എടുക്കാനായിട്ട്, അപ്പൊ പുറമെ ഇത്രയൊക്കെ ഉള്ളൂ, ഈ ബ്ലീഡിങ് നിന്നു. അത് അപ്പോഴത്തേക്കും ഈ പിരികം അവര് വെച്ച് ഡ്രസ് ചെയ്തു, കയ്യിലും എന്തൊക്കെയോ ചെയ്തു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എക്സ്റേ എടുക്കാനായിട്ട് കൊണ്ടുപോയി. കുഞ്ഞിന്റെ എക്സ്റേ ഒക്കെ എടുത്തു, അവന് കുഴപ്പമൊന്നുമില്ല. എന്നെ എക്സ്റേ എടുക്കാനായിട്ട് കൊണ്ടുപോയപ്പോ എൻ്റെ ലെഫ്റ്റ് കാല് ഇങ്ങനെ നേരെ എനിക്ക് വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവര് ഈ തള്ളവരലെ പിടിച്ചിട്ട് കാലിങ്ങനെ നേരെ വെക്കുമ്പം എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ ഹിപ്പിന്റെ അവിടെ എന്തോ വിട്ടുപോയി എന്നുള്ളത്. അപ്പോൾ മുതൽ എനിക്ക് വേദന സ്റ്റാർട്ട് ചെയ്തു. ആ വേദന, അതുവരെ എനിക്ക് വേദനയില്ല. അപ്പൊ ആ വേദന സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, കർത്താവേ, എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന. ആ പെട്ടെന്ന് തന്നെ റൂമിൽ കൊണ്ടുപോയി ഇവര് ഇഞ്ചക്ഷൻ തരുന്നു, വെയിറ്റ് ഇടുന്നു, ഇതെല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഓപ്പറേഷൻ ആവശ്യമാണ്, പിറ്റേ ദിവസം ഓപ്പറേഷൻ വേണം, ബ്ലഡ് വേണം, ഇതെല്ലാം പറഞ്ഞ് അതുവരെ ബോട്ടിൽ ഫീഡ് ചെയ്യാത്ത കുഞ്ഞാണ്. ഇവനെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നത് പോലെ രാത്രിയിൽ കൊണ്ടുപോയി എൻ്റെ മാതാവും പിതാവും ഒക്കെ എല്ലാവരെയും വിവരം അറിയിച്ചു. പെട്ടെന്ന് എല്ലാവരും കടന്നു വന്നപ്പം എൻ്റെ പപ്പായും അമ്മച്ചിയും കൂടെ വേഗത്തിൽ വന്നു. രാത്രി 12 മണി 1 മണിയാകാറായ സമയം വന്നെ പപ്പ എൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, മോളെ, നിന്റെ അമ്മച്ചി ഇന്ന് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടക്കാതെ എഴുന്നേറ്റിരുന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. കുഞ്ഞമ്മ ഇങ്ങനെ അന്നേരം പ്രാർത്ഥിച്ചത്, നിന്റെ കർത്താവെ, നീ ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ പോലും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെന്നു. അപ്പ പെട്ടെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു, കുഞ്ഞമ്മ എന്തായി പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, എനിക്കറിയത്തില്ല, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞതിന്റെ ഉദ്ദേശം, പ്രാർത്ഥനയുടെ ഫലം നമ്മൾ വളരെ വിദൂരതയിലാണെങ്കിലും 1 മിനിറ്റ് 1 സെക്കൻഡ് അല്ലെ ഒരു വാക്കുകൊണ്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ഫലിക്കുന്നതാ. അത് പറഞ്ഞത് ഞാനതൊരു കംപ്ലീഷനിലേക്ക് വരട്ടെ. അത് കഴിഞ്ഞ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം 97-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഡൽഹിയിൽ ചെന്ന ഒരു മീറ്റിങ്ങില് ഞങ്ങളുടെ ഭവനത്തിൽ വെച്ച് തന്നെയാണ്. ഒരിക്കലും എന്നെ ഒരു പരിചയമില്ലാത്തൊരു ദേവദാസൻ ഭവനത്തിൽ കടന്നു വന്ന് താൻ ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റപ്പോ താൻ എന്നോട് പറഞ്ഞു, ഇത്ര വർഷം ഇത്ര മാസങ്ങൾക്ക് മുൻപ് നിന്നെ വിലാപയാത്രയായി കൊണ്ടുപോകേണ്ട ഇടത്ത് നിന്ന് നിന്നെ വിടുവിച്ചത് നിന്റെ മാതാവിന്റെ ഒറ്റ വാചകത്തിലുള്ള പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. അതിന്റെ ആ പവർ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എത്ര ദൂരെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും നമുക്ക് മറികടക്കാൻ കഴിയത്തില്ലെന്ന് തോന്നുന്ന വിഷയങ്ങളായിരുന്നാലും നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി അതിലും വലുതാണ്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, പ്രകാശരശ്മിക്കാണ് ഏറ്റവും വേഗത എന്നാ പറയുന്നത്.
എന്നാൽ അതിനേക്കാൾ വേഗതയുണ്ട് പ്രാർത്ഥന എന്നുള്ള ആയുധത്തിന്. അതുകൊണ്ട് ദിവസങ്ങളിൽ മാതാക്കളായ സഹോദരിമാരായ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ ഒരു കാര്യം, വ്യവസ്ഥ പ്രകാരം നാം പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലണം. ഇയ്യോബ് തന്റെ സഹോദരന്മാർ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി എന്ന് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം. പക്ഷെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമാകുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. യാദൃശ്യാൽ അല്ലെങ്കിൽ അങ്ങനെ നാം മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തും. പക്ഷെ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയല്ല. ഞാൻ പറഞ്ഞത്, വ്യവസ്ഥ പ്രകാരം നാം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. അതേത് കഠിന വിഷയമായിരുന്നാലും മാറ്റിമറിക്കുവാൻ നമുക്ക് കഴിയത്തില്ലെന്ന് തോന്നുന്നു. പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ വന്നു നിന്നാലും അതിനെ സമഭൂമിയാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, നിന്നാൽ ഞാൻ മതിൽ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അതെന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. കാരണം എരിഹോ മതില് വലിയ വീതിയുള്ള മതിലാണെന്നൊക്കെയാ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് ചരിത്രത്തിൽ കൂടെ. ദൈവദാസന്മാർ പറയുമ്പോഴും അത് ഇല്ലാതെയായിപ്പോയി, അത് താഴ്ന്നിറങ്ങിപ്പോയി എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ താഴ്ന്നിറക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമല്ലോ. അങ്ങനെയെങ്കിൽ എന്തിനാ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് മതിൽ ചാടിക്കടക്കുമെന്ന്? ചില സന്ദർഭങ്ങളിൽ നമുക്ക് അതിന്റെ ആവശ്യമുണ്ട്. ചില മതിലുകൾ നമ്മുടെ മുൻപിൽ ഉയർന്നു നിൽക്കുമ്പോൾ അതിനെ ചാടിക്കടക്കണമെങ്കിൽ ആ ദൈവശക്തി ദൈവകൃപയും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും വിഷയങ്ങളുടെ മുഖത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, അത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എനിക്കിതിന് കടക്കാൻ കഴിയുന്നില്ല കർത്താവേ, കഴിഞ്ഞ നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കതിന് മറുപടി ഇല്ല കർത്താവേ എന്നൊക്കെ നാം പരിഭവിക്കുന്നവരും ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്നവരും പരാതി പറയുന്നവരും ഒക്കെ ആണെങ്കിൽ ഈ ദിവസങ്ങളിൽ അതൊന്ന് മാറ്റിവെച്ച് ദൈവത്തിന് സകലവും കഴിയും. ഇയ്യോബ് പറഞ്ഞതുപോലെ ധൈര്യത്തോടൊന്ന് പറഞ്ഞ്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. 1-ാം അധ്യായം മുതൽ 42-ാം അധ്യായം വരെ വായിക്കുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് ഒന്നും തെറ്റായിട്ട് പറയാനില്ല. ഇയ്യോബിനെ കുറിച്ച് പറയുന്നത് വളരെ വ്യക്തമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ. ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്. കഷ്ടത എന്ന് പറയുമ്പോൾ നമുക്കതിനെ അർത്ഥമാക്കുവാൻ കഴിയുന്ന ഒരു മനുഷ്യൻ വേദപുസ്തകത്തിൽ നിന്ന് ഇയ്യോബ് തന്നെയാണ്. പക്ഷെ 42-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ തിരിച്ചറിയാതെ പലതും പറഞ്ഞുപോയി, തിരിച്ചറിയാതെ ഞാൻ പലതും പറഞ്ഞു പോയി. നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ ഞാൻ കാണുന്നു. പ്രിയമുള്ളവരെ, ചില കഷ്ടത നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള കേൾവിക്ക് അപ്പുറമായി ചിലത് കാണാൻ വേണ്ടിയിട്ടാ, ചിലത് നമ്മൾ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവാത്മാവിന്റെ വലിയൊരു വ്യാപാരം നമ്മുടെ മധ്യേ ഉണ്ട്. അത് ചില പ്രിയപ്പെട്ടവർക്ക് ശാരീരികമായ ക്ലേശങ്ങളിൽ നിന്നൊരു വിടുതലായി തീരട്ടെ, ചില പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമായി തീരട്ടെ. കേൾക്കുന്നവർ വെറുതെ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റു ചെവിയിൽ കൂടെ കടന്നു പോകുന്നവരായിട്ടല്ല, ഇത് ചിലത് അതിൽ നിന്ന് പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ഞങ്ങള് ഭവനത്തിലായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ആക്സിഡന്റ് ആയി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. 1 മാസത്തോളം ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. 1 മാസത്തോളം പുഷ്പഗിരി ഹോസ്പിറ്റലായിരുന്നു. സാഹചര്യങ്ങളെല്ലാം മാറി, ഞങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം നഷ്ടത്തിലേക്ക് പോയി. എന്റെ പ്രിയപ്പെട്ടവന്റെ ബിസിനസ് മുഴുവൻ തകർന്ന് തരിപ്പണമായി. അന്നൊരു 2-3 വാഹനമൊക്കെ ഉണ്ട്. ഇതൊക്കെ എവിടെയായി, എന്താ, ഇതിനൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളുടെ വിഷയം, കൊച്ചു കുഞ്ഞുങ്ങളാണ്. മോനാണെങ്കിൽ എന്നിൽ നിന്ന് വേറെ പ്രിയപ്പെട്ടവന്റെ അടുത്തല്ലാതെ വേറെ ഒരു മനുഷ്യന്റെ അടുത്ത് പോകത്തില്ല. ഒരു വല്ലാത്ത സിറ്റുവേഷൻ. ഞാൻ അത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. എൻ്റെ മോന് 4 മാസം പ്രായമുള്ളപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ആരാധന, ഒരു ഉപവാസ പ്രാർത്ഥന നടന്നു. അപ്പൊ പ്രാർത്ഥനകൾക്കെല്ലാം ഞങ്ങൾ വളരെ ശക്തമായിട്ട് പോകുകയും സംബന്ധിക്കുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മുൻപിലാണ്. അപ്പൊ അന്ന് പോകുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെ കൊണ്ടുപോയി ചർച്ചിന്റെ വാതിക്കലോട്ട് വിട്ടു. ഒരു അല്പം ലേറ്റായി.
തനിക്ക് സൈറ്റിലേക്ക് പോകണം. പോകുന്ന സമയത്ത് എന്നെ അവിടെ കൊണ്ടുവിട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇത്ര ലേറ്റ് ആയിട്ട് പോകുന്നത് എന്താ എന്ന് വിചാരിച്ച് ഞാൻ അകത്തേക്ക് കയറുമ്പോൾ ഞാൻ കേൾക്കുന്നത് ആ കർത്താവിന്റെ ദാസൻ ഈ അടുത്ത സമയത്താണ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ആ കർത്താവിന്റെ ദാസൻ പലരുടെയും പ്രാർത്ഥിക്കുന്നവരുടെ ഓരോരുത്തരുടെ തലയെ കൈവച്ചിട്ട് അവരോട് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ആ സ്റ്റെപ്പ് കയറുമ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, ഒത്തിരി നാളുകൊണ്ട് ഇത് കേൾക്കുന്നതാ, ഇനിയിപ്പോ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ മാനുഷിക ബുദ്ധിയിൽ എന്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു. ഞാൻ ആ സ്റ്റെപ്പ് കയറി അകത്ത് ചെന്നു, ഏറ്റവും പുറകിൽ ചെന്ന് കുഞ്ഞിനെ 4 മാസം കഴിഞ്ഞിട്ടുള്ളൂ, ഞാൻ കുഞ്ഞിനെ അവിടോട്ട് ഇരുത്തി. ഞാൻ തലയിൽ കൂടെ, അതുവരെ ഞാൻ സാരിയാണ് ഉടുത്തിരുന്നത്, ഞാൻ ഈ ആക്സിഡന്റിന് ശേഷമാണ് ചുരിദാറൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പൊ തലയിൽ കൂടെ ഞാൻ സാരിയുടെ തുമ്പിട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ദൈവദാസൻ ഫ്രണ്ടിൽ നിന്ന് ഓടി വന്ന് എന്റെ തലയിൽ കൈവച്ചിട്ട് ആദ്യം എന്നോട് പറയുന്നത്, നീ ഈ സ്റ്റെപ്പ് കയറിയപ്പോ നീ ചിന്തിച്ചു ഇന്ന് നീ പ്രാർത്ഥിക്കത്തില്ല, നീ അങ്ങനെ ദൂത് നിനക്ക് കേൾക്കണ്ടെന്നല്ലേ, പക്ഷെ നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ചേ ഞാൻ നിന്നെ കണ്ടതാ എന്ന് പറഞ്ഞ് എന്നോട് ഏകദേശം ഒരു 3/4 മണിക്കൂർ ആ കർത്താവിന്റെ ദാസൻ എന്നോട് ദൂത് പറഞ്ഞു. എന്റെ പണ്ടത്തെ കാര്യവും സ്റ്റിൽ ആ സമയത്തുള്ള കാര്യവും വരുവാനുള്ള കാര്യവും അന്ന് എന്നോട് ആ കർത്താവിന്റെ ദാസൻ പറഞ്ഞതാണ്, നിന്നെ ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ അയക്കും. നീ ഒരു പട്ടുനെൽപ്പുഴി സമാധി ഇരിക്കുന്നത് പോലെ ഇപ്പൊ നിന്റെ ഭവനത്തിന്റെ ഉള്ളിലാണ് നീ ആയിരിക്കുന്നത്, എനിക്കൊന്നും കഴിയത്തില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞായിരിക്കുന്നത്. എന്നാൽ ഒരിക്കൽ നിന്നെ ഞാൻ ആ പട്ടുനൂൽപ്പുഴി സമാധി ഇരുന്ന ഒരു ചിത്രശലഭം പുറത്തു വരുന്നത് പോലെ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും, അനേകരുടെ കണ്ണിന് ഇമ്പമേകുമാറ് നിന്നെ കൊണ്ടൊരു ശുശ്രൂഷ ഞാൻ ചെയ്യിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ എനിക്കതൊക്കെ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. കാരണം ഇതൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാലത്താണ് ദൈവത്തിന്റെ ദാസനിലൂടെ ആ ദൂത് എന്നോട് അറിയിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞ് എല്ലാം കേട്ടു, എനിക്ക് സന്തോഷമായി. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി. 3/4 മണിക്കൂറോളം എന്നോട് ദൂത് പറഞ്ഞു. അത് കഴിഞ്ഞു. അന്ന് ശനിയാഴ്ചയാണ്. ഞായറാഴ്ച ആരാധനയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. അന്നും ഈ ദൈവദാസനുണ്ട്. അപ്പൊ ഞങ്ങളുടെ ചർച്ച് നിറച്ച ആളുള്ള സമയമാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരൊക്കെ അന്ന് ഞങ്ങളുടെ ചർച്ച് മെമ്പേഴ്സാണ്. അപ്പൊ ഞാൻ ഏറ്റവും പുറകിൽ പോയിരുന്നു, കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട്. അവിടെ ഇരുന്ന സമയത്താണ് ഈ കർത്താവിന്റെ ദാസൻ പലരോട് ദൂത് പറഞ്ഞു. അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് ആ ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നലെ എന്നോട് ഏകദേശം 1 മണിക്കൂറോളം ദൂതൊക്കെ പറഞ്ഞതാ, ഇപ്പൊ ഒന്നും കാണത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വെളിയിലോട്ട് ആരാധനയെല്ലാം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ നോക്കുമ്പോ ഈ ദൈവദാസൻ പെട്ടെന്ന് ആ വാതില് കൂടെ ഓടി വന്ന് എന്റെ അടുത്ത് വന്നു. അപ്പൊ എന്റെ മദറിലോ ഉണ്ട്, എന്റെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠൻ കൂടെ നിപ്പുണ്ട്, എന്റെ ഹസ്ബൻഡുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോ കർത്താവിന്റെ ദാസൻ വന്നേച്ച് എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഒരു കാര്യം കൂടെ ഒന്ന് പറയാനുണ്ട്, ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ചത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ദൈവം നിങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന പദ്ധതിയിലേക്ക് വരുന്നതിന് മുൻപേ ഒരു കാരാഗ്രഹവാസം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇതെന്താ കാരാഗ്രഹവാസമൊക്കെ ഏത് രീതിയിൽ വരാൻ എന്ന് അന്നത്തെ ബുദ്ധിയിൽ ചിന്ത. എന്നിട്ട് എന്നോട് എടുത്തു പറഞ്ഞു, ഇല്ല, 1 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അതെടുത്ത് ആരെങ്കിലും കൊണ്ട് കയ്യിൽ തരേണ്ടിയ ഒരു അവസ്ഥയിലേക്ക് ദൈവം ആക്കുമെന്ന്. അതും കേട്ടു, ഞാൻ ഈ ചെവി കൂടെ കേട്ടു, വിട്ടു. കാരണം അന്നത്തെ സാഹചര്യത്തിൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, എന്റെ മോന് 1 വയസ്സുള്ളപ്പോഴാണ് ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത്. ആക്സിഡന്റ് ആയി, ഞാൻ കിടക്കയിലായി. 1 മാസത്തോളം ഹോസ്പിറ്റല്, അവിടുന്ന് ഭവനത്തിൽ വന്നു. എന്റെ പപ്പായുടെ, അമ്മച്ചിയുടെ, എന്റെ 2 ഫാമിലിയിലുള്ളവര്, എന്റെ ഹസ്ബൻഡിന്റെ ആൾക്കാര്, ഒത്തിരി ദൈവദാസന്മാർ, ഒത്തിരി പ്രിയപ്പെട്ടവർ, രാവിലെ മുതൽ രാത്രി വരെ വിസിറ്റേഴ്സ് വരുന്നവരെല്ലാം പ്രാർത്ഥിക്കുന്നു. ചില ദൈവദാസന്മാർ ദൈവം നൽകിയ ആലോചന പ്രകാരം വീട് അന്വേഷിച്ചു വന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ ആ ഒരു കിടക്കയിൽ കർത്താവ് എനിക്ക് തന്നു. ഒത്തിരി ദർശനങ്ങൾ കർത്താവ് തന്നു. പിന്നീടുള്ള ശുശ്രൂഷയെ സംബന്ധിച്ച് പലതും കർത്താവ് തന്നു. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ ഒരു തീരുമാനത്തിലെത്താൻ നമുക്ക് കഴിയുന്നില്ലല്ലോ, കിടക്കയിലല്ലേ. ഇനി അവൻ എഴുന്നേൽക്കയില്ല എന്ന് പറയുന്നത് വരെ എന്റെ ചെവിയിൽ കേട്ട ഒരു സാഹചര്യം. ഞാൻ ഏകദേശം 8 മാസത്തോളം ആ കിടക്ക അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഒരു കൊച്ചു ശുശ്രൂഷിക്കുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവൻ തന്നെ എന്നെ ശുശ്രൂഷിപ്പാൻ താൻ തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തത്. കൊച്ചു കുഞ്ഞുങ്ങള്, വളരെ ഒരു കരാഗ്രഹവാസത്തിന്റെ അനുഭവം, വീടിന് പുറത്തിറങ്ങുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഒരു ദിവസം എനിക്ക് എന്റെ പ്രിയപ്പെട്ടവൻ അത്യാവശ്യമായി തിരുവല്ലയിലേക്ക് കടന്നു പോകണമായിരുന്നു. ഞാൻ ബൈക്കെടുത്ത് വേഗം തിരുവല്ലയിലേക്ക് പോയി. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിരിക്കുന്നു, മൂത്തവർ 2 പേരും. കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ നിൽക്കുന്ന സഹോദരി അടുത്ത വീട്ടിൽ പാല് വാങ്ങിക്കാൻ പോയി. എനിക്ക് ഭയങ്കര ദാഹം. അതുവരെ ഞാൻ ആ ആലോചന ഓർത്തില്ല കേട്ടോ. ഭയങ്കര ദാഹം. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എനിക്കൊരു വെള്ളം എടുത്തോണ്ട് തരാൻ ആരും ഇല്ലല്ലോ ഇപ്പൊ ഇവിടെ
എന്ന് ചിന്തിച്ചു. അപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ചു, നിന്നോട് പറഞ്ഞ ഒരു ആലോചന നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് മുതൽ ഞാൻ ദൈവസന്നിധി സമർപ്പിച്ചു. അതുവരെ ഉണ്ടല്ലോ, ഞാന് ഒത്തിരി ദൈവാലോചന കേട്ട് വളർന്ന ഒരാളായതുകൊണ്ട് എന്റെ ഭവനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മാങ്ങാനം ജോസഫ് അപ്പച്ചനൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചു. ഒത്തിരി പേര് എന്റെ ഭവനത്തിന്റെ അകത്തിരുന്ന് അഭിഷേകം പ്രാപിച്ചവര്, പ്രവചനാത്മാവിൽ ശുശ്രൂഷിക്കുന്നതും ദുരാത്മാക്കൾ വിട്ടുപോകുന്ന ഒത്തിരി അനുഭവങ്ങൾ എന്റെ കണ്ണാലെ കണ്ടു വളർന്നത് കൊണ്ട് എനിക്ക് ഇതൊന്നും അത്ര എന്റെ മനസ്സിൽ അത് അത്രത്തോളം ഇതുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് കൊള്ളാം, കേട്ടാൽ സംഭവിച്ചാൽ കൊള്ളാം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയായിരുന്നു അതുവരെ. പക്ഷെ അന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആ കിടക്കയിൽ ഞാൻ ദൈവസന്നിധി സമർപ്പിച്ചു. കർത്താവേ, ഇനി നീ എന്നോട് പറയുന്ന ഒന്നിനും ഞാൻ മറുതലിക്കത്തില്ല. നീ ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നുള്ളതൊന്നും അല്ല എന്റെ വിഷയം. എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു എന്ന് എനിക്ക് ബോധ്യം വന്നാൽ നിശ്ചയമായി ആ ദൈവാലോചനയുടെ മുൻപാകെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമെന്ന് അന്ന് ഞാൻ പറഞ്ഞു ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അതിനുശേഷം ആ കിടക്ക വിട്ട് എഴുന്നേൽക്കുവാനൊക്കെ കുറച്ച് സമയം വേണ്ടി വന്നു. ആ കിടക്കയിൽ വെച്ചാണ് ഞാനും എന്റെ പ്രിയപ്പെട്ടവനും പൂർണ്ണ സമയം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതൊക്കെ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒത്തിരി സമയം പോകുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് ആ തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ എവിടെ പോണം, എവിടെ പോയി കർത്താവിന്റെ വേല, ഞാൻ എഴുന്നേറ്റിട്ടില്ല, പോയി വേല ചെയ്യണമെന്നൊക്കെ ചിന്തിച്ചു. അപ്പോ അനേക വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇന്ന ഇടത്ത് നിന്നെ ഒരു പ്രാവശ്യം കൂടെ ഒട്ടകങ്ങളുടെ രാജ്യത്തേക്ക് അയക്കുമെന്നും മടങ്ങി വരുമ്പോ ഈ ജീവനല്ലാതെ ഒന്നും മടക്കി കൊണ്ടുവരത്തില്ലെന്നും അന്ന് പറഞ്ഞ ദൂതിൽ ആ ദൈവദാസൻ പറഞ്ഞു, നിന്നെ ഞാൻ തലസ്ഥാന നഗരിയിൽ നിന്റെ ആസ്ഥാനം ഞാൻ ഉറപ്പിക്കുമെന്ന്. അന്ന് അറിയത്തില്ലായിരുന്നു ഈ തലസ്ഥാന നഗരി ട്രിവാൻഡ്രത്താണോ ഡൽഹിയാണോ ഇതെവിടാണെന്ന്. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവൻ ബോംബെയിൽ വർഷങ്ങൾക്ക് മുൻപ് ഗൾഫിൽ പോകുന്നതിന് മുമ്പ് പരിചയമുള്ളത് കൊണ്ട് തനിക്ക് ബോംബെയിൽ തന്നെ പോയി ശുശ്രൂഷ ചെയ്യാൻ കുറച്ച് പരിചയമുള്ള ആൾക്കാരുണ്ട്, സ്ഥലമുണ്ട് എന്നുള്ള പരിചയത്തില് താനെ ബോംബെയിലേക്ക് കടന്നുപോയി. താൻ അവിടെ കടന്നു ചെന്ന് റൂം എടുത്തു. സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോഴാണ് കർത്താവിന്റെ ദാസൻ TG ഘോഷ് സാറ് ബോംബെയിൽ വന്നിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞൊരു ഹോട്ടൽ റൂമിലുണ്ട് എന്നറിഞ്ഞ് താൻ അവിടേക്ക് കടന്നുപോയി. അവിടെ ആ ഹോട്ടൽ റൂമിൽ വെച്ചാണ് ഞങ്ങൾക്ക് ഡൽഹിയിൽ കരോൾ ബാഗ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഒന്നും മുൻപരിചയമോ മറ്റൊന്നും നോക്കാതെ കർത്താവിന്റെ ദാസൻ TG ഘോഷ് സാറ് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഡൽഹിയിൽ കരോൾ ബാഗിൽ ഒരു സഭയുടെ ശുശ്രൂഷ, സഭയെന്ന് പറഞ്ഞാൽ അത്ര വലിയ സഭയൊന്നും അല്ല കേട്ടോ, നമുക്കറിയാമല്ലോ ബോംബെ ഡൽഹി ഇങ്ങനെയുള്ള സ്ഥലങ്ങളില് ഭവനങ്ങളില് ഒക്കെ ശുശ്രൂഷ നടക്കുന്ന കാലയളവില് ആ സമയത്ത് കരോൾ ബാഗില് ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്ത് എന്റെ പ്രിയപ്പെട്ടവനെ കർത്താവ് പെട്ടെന്ന് താൻ മടങ്ങി വന്നിട്ട് പറഞ്ഞു, നമ്മൾ ബോംബെക്കല്ല പോകുന്നത്, ഡൽഹിക്കാ പോകുന്നത്. പെട്ടെന്ന് ചിന്തിച്ച് എന്റെ പപ്പ വന്ന് എന്നോട് പറഞ്ഞു, പപ്പ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ജോലി ചെയ്ത ആളായതുകൊണ്ട് പപ്പ എന്നോട് പറഞ്ഞു, മക്കളെ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് നിനക്കറിയത്തില്ല, നീ ഇതുവരെ ജീവിച്ച സാഹചര്യമൊന്നും അല്ല, അവിടെ വളരെ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, റൂംസ് ഒക്കെ ഒന്നും കിട്ടത്തില്ല, ചെറിയ റൂമായിരിക്കും. ഇതൊക്കെ പറയുമ്പോഴും എല്ലാം കേട്ടിട്ട് ഞാൻ പപ്പായോട് പറഞ്ഞു, പപ്പ ഇതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇനി ഞാൻ ദൈവിക ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ല. കാരണം ഇനി എന്നെ കർത്താവ് അയക്കുന്നു എന്നെനിക്ക് ബോധ്യം വന്നാൽ അവിടെ പോയി ഒരു കടത്തിണ്ണയാ എനിക്ക് കിട്ടുന്നതെങ്കിലും അവിടെ കിടന്ന് ഞാൻ കർത്താവിന്റെ വേല ചെയ്യുമെന്ന് ആ കിടക്കയിൽ കിടന്നാ പറയുന്നത്. എഴുന്നേക്കും എന്നുള്ള തീരുമാനമൊന്നും അന്നേരം അറിയത്തില്ല. പക്ഷെ ആ കിടക്കയിൽ ആ കർത്താവ് ഇതെല്ലാം കണക്കിട്ട് ആ തീരുമാനങ്ങളെ എല്ലാം മാനിച്ച് അത് കഴിഞ്ഞ് എനിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ ഒന്നും ആയിട്ടില്ല. ആ തീരുമാനത്തിന്റെ മേൽ ഇതെല്ലാം സാരമില്ലെന്ന് ഓർത്ത് ഈ 3 കൊച്ചു കുഞ്ഞുങ്ങളെ എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാത്ത എന്നെയും കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവൻ ഡൽഹിയിലേക്ക് 94-ൽ കടന്നു പോകാനിടയായി. പ്രിയമുള്ളവര്, ഞങ്ങളവിടെ ചെന്നിറങ്ങുമ്പോൾ അതികഠിനമായ ചൂടിന്റെ സമയം, ഒത്തിരി പ്രതികൂലമായ സാഹചര്യങ്ങൾ ഞാൻ മറ്റു ടെസ്റ്റിമണിയിൽ ഒരല്പമൊക്കെ വിവരിച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് താനും, ഞാൻ പറഞ്ഞു പോവുകയാണ്. അവിടെ ചെന്ന് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആ കരോൾ ബാഗിന്റെ പ്രദേശത്ത് കർത്താവ് ഞങ്ങളെ ആക്കി. അവിടെ ചെല്ലുമ്പോൾ വിരലെ എണ്ണാവുന്ന മാത്രം ചില പ്രിയപ്പെട്ടവരെന്നാൽ ഇന്ന് അതിനോടനുബന്ധിച്ച് ഒരു 2-3 സഭകൾ തന്നെ അവിടെ ഉണ്ടാകുവാൻ കർത്താവ് കൃപ ചെയ്തു. അനേക പ്രിയപ്പെട്ടവരെ ദൈവരാജ്യത്തിന്റെ അവകാശത്തിലേക്ക് ഒരു വഴികാട്ടിയായി തീരുവാൻ കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചു. നീണ്ട നാളുകൾ 20-23 വർഷങ്ങളോളം ആ ദേശത്ത്, 23-24 വർഷങ്ങളോളം ആ ദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കാൻ കർത്താവ് കൃപ തന്നു. അനേകരെ ഒരു വഴികാട്ടിയായി തീരുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വലുതായി കാണാതെ അതിന്മേൽ പ്രവർത്തിച്ച ദൈവത്തെ
ഉയർത്തുന്നതാണല്ലോ നമുക്ക് ഏറ്റവും സന്തോഷം. എങ്കിലും ചിലരുടെ ആശ്വാസത്തിനും വിടുതലിനുമായിട്ട് ഞാൻ 1-2 അനുഭവങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖമൊക്കെ വരുമ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന സ്തോത്രകാഴ്ച എന്ന് പറയുന്നത് 30 രൂപയൊക്കെയാ. അതൊക്കെ വാങ്ങിച്ചിട്ട് ആ സ്തോത്രകാഴ്ച കിട്ടിയിട്ട് വേണം തിരിച്ചു വരുമ്പോ ഒരു ബ്രെഡോ ഒരു 2 മുട്ടയോ ഒക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യം. ഇതൊന്നുമില്ലാത്ത സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെ ഒന്നും കർത്താവ് ക്ഷീണിച്ചു പോകാതെ അന്നന്ന് വേണ്ടുന്ന എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ കാര്യമല്ല, ആ ബലം. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ശുശ്രൂഷിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, 138-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, എന്റെ ധൈര്യം ക്ഷയിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പരിഹാരം, രോഗം വന്നാൽ അതിന് സൗഖ്യം, ഇല്ലായ്മ വന്നാൽ അതിനൊരു നിറവ്, നമ്മുടെ മുൻപിൽ പല പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പരിഹാരമാണ് നമ്മൾ കാണുന്നത്. കർത്താവിന്റെ വചനപ്രകാരവും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം തരുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. അത് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻവിസിബിൾ ആണ്, നമുക്കത് കാണാൻ പറ്റുന്നതല്ല. ഈ ധൈര്യം ഇല്ല എങ്കിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതം പരാജയമാണ്. ഇല്ല, ഇതൊന്നും ഇല്ലെങ്കിലും ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ധൈര്യം, ഒരു ബലം, ആ സമാധാനം ദൈവം നമുക്ക് തന്നാലുണ്ടല്ലോ, ഇതൊന്നും സാരമില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞേ, ആ നിത്യ തേജസ്സിന്റെ ഘനം ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ജീവിതത്തിൽ കഷ്ടമുണ്ട്, പക്ഷെ അതിനെ അതിജീവിക്കുവാൻ കർത്താവ് ഇത്രത്തോളം കൃപ തന്നു. അങ്ങനെ നീണ്ട നാളുകൾ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഡൽഹിയിലെ പലയിടങ്ങളില് ആയിരിക്കാൻ കർത്താവ് കൃപ തന്നു. ആ നാളുകളിൽ കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും സൗഖ്യമില്ലാതെ ആയിരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരിക്കൽ ഇന്നലെ എന്റെ മൂത്ത മകള് വിളിച്ചപ്പോൾ എന്നോട് അവളുടെ ചില അനുഭവങ്ങൾ, കുഞ്ഞിലേ അവളുടെ ഓർമ്മയിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ എന്നോട് പറയുവാനിടയായി. ഞാൻ പറഞ്ഞത്, ഒരിക്കൽ അവൾക്ക് അപ്പൻഡിസൈറ്റിസിന്റെ പ്രോബ്ലം ഉണ്ടായി. ചെറിയ കുഞ്ഞാണെന്ന്, അവള് ഒരു 7-8 സ്കൂളിൽ പഠിക്കുന്ന സമയം. ആ സമയത്ത് ഈ അസുഖം വന്നിട്ട് കുഞ്ഞങ്ങ് വല്ലാതെ ക്ഷീണിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. അവസാനം കൊണ്ടുചെന്നപ്പോ അവർ പറയുന്നു, ഇത് ഓപ്പറേഷൻ ചെയ്ത് കളയണം. പക്ഷെ നമുക്ക് ഓൾറെഡി പാസ്റ്ററുടെ ഒരു സിസ്റ്റർ 11ാമത്തെ വയസ്സിൽ അപ്പൻഡിസൈറ്റിസ് വന്നിട്ടാണ് താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ഈ ഒരു ഭയവും നമ്മുടെ മനസ്സിൽ കിടന്നതുകൊണ്ട് വേഗത്തിൽ ഇതെന്താ ചെയ്യേണ്ടേ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കമ്പൈൻ വർഷിപ്പ് വന്നു അവിടെ ഡൽഹിയിൽ. കമ്പൈൻ വർഷിപ്പ് വന്നപ്പോൾ ആ കമ്പൈൻ വർഷിപ്പിൽ പോയിരിക്കുമ്പോൾ സ്തോത്രകാഴ്ച ഇടാൻ പോലും എൻ്റെ പേഴ്സിൽ അന്ന് 10 രൂപ ഇല്ല. ആ സമയത്താണ് അന്ന് കർത്താവിന്റെ ദാസൻ ടി ജി കോശ് സാറ് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ താൻ പറഞ്ഞു, നീ നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയമോ നിന്റെ ശാരീരിക ക്ലേശമോ എന്തിനു വേണ്ടി നിന്റെ ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം നിനക്ക് ആവശ്യമെന്ന് തോന്നി നീ ദൈവസന്നിധിയിൽ ഇല്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിലുള്ളത് ഇന്ന് കർത്താവിന് വേണ്ടി നീ കൊടുത്താൽ നീ ആ പ്രശ്നത്തിന് ദൈവം പരിഹാരം തരും. ഞാനത് പൂർണ്ണമായി അങ്ങ് വിശ്വസിച്ചു കേട്ടോ. വിശ്വസിച്ചിട്ട് സ്തോത്രകാഴ്ചയുടെ സമയമായപ്പോ സ്തോത്രകാഴ്ചക്ക് പാത്രം വന്നപ്പോ ഞാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ല ഇടാൻ. 10 രൂപ പോലും എനിക്ക് അതൊന്നും എടുത്തിടാനില്ല. ഞാൻ ഒരു ചെറിയ പേപ്പർ എടുത്ത് ഇങ്ങനെ ഒരു 500 റുപ്പീസ് ഞാൻ എഴുതി എൻ്റെ പേരും എഴുതിയിട്ട് ഞാൻ ഇത് എടുത്ത് സ്തോത്രം ചെയ്ത് പാത്രത്തിലിട്ട് അവര് സ്തോത്രകാഴ്ച എണ്ണിയപ്പോ ഒരു കർത്താവിന്റെ ദാസൻ എന്നെ അറിയാവുന്നതായതുകൊണ്ട് ആ കർത്താവിന്റെ ദാസൻ എന്നോട് വന്ന് ഈ വിഷയം പറഞ്ഞു. ഓക്കെ, ഞാനത് പാസ്റ്ററെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. താമസിയാതെ തന്നെ ഞാനത് ഏൽപ്പിക്കുകയും ചെയ്തു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, എന്റെ കുഞ്ഞ് അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് ദൈവം അത്ഭുതകരമായ സൗഖ്യം നൽകി. ഇന്നുവരെ ആ ഒരു വിഷയത്തിന് പിന്നെ ഒരു ഭാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒത്തിരി ശാരീരിക സൗഖ്യങ്ങൾ ദൈവം തന്നു. ഞാൻ എൻ്റെ വിഷയം ഒന്നുകൂടെ ഇതുവരെ ഞാൻ പറയാത്ത 2 വിഷയങ്ങളിലൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എൻ്റെ ശാരീരികമായി ഈ അസ്വസ്ഥ ആയിട്ടാണല്ലോ ഞങ്ങൾ ഡൽഹിയിലേക്ക് കടന്നുപോയത്. ഡൽഹിയിൽ കടന്നുപോയി കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ സ്റ്റെപ്പെല്ലാം കയറി ഇറങ്ങി പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഇൻഫെക്ഷനായി വല്ലാത്ത ഭാരമായി. അപ്പോഴെല്ലാം വോമിറ്റിംഗ് ഉണ്ട്, പനിയുണ്ട്, ബ്ലഡ് വരെ വോമിറ്റ് ചെയ്ത്. അപ്പോഴൊന്നും ഇതിൻ്റെതാണെന്ന് അറിയുന്നില്ല. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സാഹചര്യം വളരെ മോശമായി. പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇതിന്റെ ഇൻഫെക്ഷൻ ആണ്, വേഗത്തിൽ അത് റിമൂവ് ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ അത്
കാല് മുറിച്ച് കളയേണ്ടി വരും, സെപ്റ്റിക് ആയി ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ അവിടെ ചെന്ന് ആദ്യം വിശ്വാസത്തിൽ വന്ന ഒരു സഹോദരി ഒരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആ സഹോദരി പറഞ്ഞില്ല, പെട്ടെന്ന് അമ്മാമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ കൊണ്ടുപോയി വേഗത്തിൽ ഈ ഓപ്പറേഷനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. പിറ്റേ ദിവസം തന്നെ അവർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ 38 സ്റ്റിച്ച് ഓൾറെഡി ഉണ്ട് ആ ഒരു മുറിവിന്. അത് റീഓപ്പൺ ചെയ്യുകയാണ്. റീഓപ്പൺ ചെയ്ത് ഇതെടുക്കാൻ നോക്കുമ്പോൾ ഈ സ്ക്രൂ വരത്തില്ല. കാര്യം ഇത് മജ്ജയ്ക്കകത്ത് ഇത് ലൂസായി മജ്ജയ്ക്കകത്ത് കയറി ഇതായി സ്റ്റക്കായി പോയി. ഇതെടുക്കാൻ പറ്റുന്നില്ല. അവസാനം വളരെ ഭാരപ്പെട്ടു. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ എനിക്ക് കേൾക്കാം ഇവർ പറയുന്നതൊക്കെ. ഞാനിതിങ്ങനെ കേട്ട് കിടക്കുകയാണ്. ഡോക്ടർ പറഞ്ഞത് എടുക്കാൻ പറ്റുന്നില്ലല്ലോ സിസ്റ്ററെ എന്ന് പറഞ്ഞ ആ സിസ്റ്റർ വേഗത്തിൽ വെളിയിൽ പോയി പറഞ്ഞു, പ്രാർത്ഥിക്കുക, നമ്മുടെ കാലിൽ നിന്നത് എടുക്കാൻ പറ്റുന്നില്ല, വളരെ ബുദ്ധിമുട്ടാണ്, ഓൾ ഇന്ത്യയിൽ നിന്ന് വല്ല ഡോക്ടേഴ്സിനെ കൊണ്ടുവരേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതെല്ലാം കേട്ട് സ്തോത്രം പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കൂടെ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യനുണ്ട്. അവൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ ഡോക്ടറെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇവനത് ഒരു ഇത് ഇട്ട് പിടിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, പെട്ടെന്ന് സ്ലിപ്പായി പോകുന്നത് പോലെ ഈ സ്ക്രൂ ഇങ്ങ് പോരുവാനിടയായി. പെട്ടെന്ന് ഈ ഡോക്ടർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, സിസ്റ്റർ ലൈസ ആ സ്ക്രൂ ഊരി വന്നു എന്ന് പറഞ്ഞു. പുള്ളിക്കാരി അവിടെ നിന്നുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഈ തിയേറ്ററിനകത്ത് നിന്ന് പറയുക. ഈ ഡോക്ടർ ഹിന്ദുവാണ്. പുള്ളി ആ അന്നേരത്തെ ആ എക്സൈറ്റ്മെന്റില് ഇങ്ങനെ ഒരു സംഭവം നടന്നത് കേട്ട്, പുള്ളിക്കാരി പറഞ്ഞത് കേട്ട് പുള്ളി അവിടെ നിന്ന് പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത് എനിക്ക് കേൾക്കാം. അത് കഴിഞ്ഞ് ആ സ്ക്രൂവും ഏകദേശം ഒരു 10 സ്ക്രൂ ഉണ്ട്, അതിന്റെ കൂടെ ഒരു വലിയ പ്ലേറ്റ് ഉണ്ട്. ഇതെല്ലാം പുള്ളി എടുത്ത് കഴുകി എന്റെ കൈ തന്നിട്ട് പറഞ്ഞു, നീ ഇത് സൂക്ഷിച്ചു വെച്ചേക്കണം, ഇത് എപ്പോഴും നിന്റെ കയ്യിൽ ഇരുന്നോട്ട്, അതിപ്പോഴും എന്റെ കൈ തന്നെ ഉണ്ട് കേട്ടോ. ഞാനത് സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ അത് റീഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് ഇപ്പോഴും എനിക്ക് നടക്കുമ്പോൾ ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട്. അത് പിന്നെയും കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അത് പ്രശ്നമായിട്ട് 2014 വീണ്ടും റീഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ഇതെല്ലാം മാറ്റിയിട്ടും ആ തുടയലിന്റെ ഭാഗത്തൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പൊ സെറാമിക്കിൻ്റെത് ഇട്ടിരിക്കുകയാണ്. 2014 ഇപ്പൊ ഏകദേശം 10 വർഷം ആയി. കൃപയാൽ കർത്താവ് ഇത്രത്തോളം അത്ഭുതകരമായി നടത്തി. ശാരീരികമായ ഒത്തിരി ക്ലേശങ്ങളൊക്കെ അതിന്റെ പിന്നിൽ മറ്റുള്ളതൊക്കെ ഉണ്ട്. എന്റെ പ്രായം കൂടി വരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 40 വർഷം ആകുന്നു എന്റെ വിവാഹം കഴിഞ്ഞിട്ട്. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ കർത്താവ് തന്നു, 6 കൊച്ചുമക്കളുണ്ട്. ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ ആ യാക്കോബ് പറഞ്ഞതുപോലെ നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷെ നിന്റെ തലമുറകളെ കൂടെ അനുഗ്രഹിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നല്ലോ എന്ന് യാക്കോബ് പറഞ്ഞതുപോലെ പലപ്പോഴും ഞാൻ എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്ത് കയ്യിൽ വെക്കുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്. എൻ്റെ മകൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മമ്മി എന്നെ ഇങ്ങനെ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അവന് 1 വയസ്സുള്ളപ്പോഴാണ് ഞാൻ വീണ് പോകുന്നത്. അതിനുശേഷം അവനെ ഒന്ന് എടുക്കാനോ അവനെ ഒന്ന് വാത്സല്യം കൊടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞത്, ഒരമ്മയുടെ സംരക്ഷണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ കഴിയാതെ അവരിൽ നിന്ന് ഞാനത് അനുഭവിക്കേണ്ട ഒരു മാതാവായി എന്നുള്ളത് പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും ഒരു ഭാരമോ വിഷമോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ കർത്താവ് അത്ഭുതകരമായി നടത്തി. എൻ്റെ മോനിന്ന് 32 വയസ്സ് ഇപ്പൊ അവനുണ്ട്. അവന് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷകനായി ഇന്ന് അമേരിക്കയുടെ പ്രദേശത്ത് ഒരു ചർച്ചിന്റെ മിനിസ്ട്രിയും ഒക്കെ ആയിട്ട് അവൻ മുമ്പോട്ട് പോകുന്നു. പെൺകുഞ്ഞുങ്ങൾ 2 പേരും, മൂത്താള് കുടുംബമായിട്ട് അമേരിക്കയിലാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും എല്ലാം കർത്താവിന് വേണ്ടി അവർ വില കൊടുക്കുന്നവരായി തന്നെ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അപ്പനും അമ്മയും കാണിച്ചു തന്നതും അവർ പ്രാർത്ഥിച്ചതും അതായിരുന്നു. അത് തന്നെയാണ് ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞങ്ങൾ ആഗ്രഹിച്ചതിലും ഞങ്ങൾ നനച്ചതിലും ഒക്കെ അപ്പുറമായ അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസവും സാഹചര്യങ്ങളും ഒക്കെ ദൈവം അവർക്ക് നൽകി. എൻ്റെ മൂത്ത മകള് ഒരു അമേരിക്കയിലെ CPA ആണ്. അവള് അനുഗ്രഹിക്കപ്പെട്ട ജോലിയും കുഞ്ഞുങ്ങൾ കുടുംബമായിട്ട് അവരവിടെ ആയിരിക്കുന്നു. 2ാമത്തെ മോള് ഡോക്ടറാണ്. അവള് ചെന്നൈയില് കുടുംബമായിട്ടായിരിക്കുന്നു. അവള് ജോലിയും അവിടെ ക്ലിനിക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരും കുടുംബമായിട്ട് മുൻപോട്ട് പോകുന്നു. 3ാമത്തെ ആളാണ് മകന്. അവന് ഞാൻ പറഞ്ഞല്ലോ, ഒരു 7ാം ക്ലാസ് വരെ അവന് പാസ്സായി എന്ന് പറയാൻ പറ്റത്തില്ല. 7ാം ക്ലാസ് വരെ. കാരണം അവന് പേപ്പറിലൊന്നും ഇല്ല. അവന്റെ പേര് തന്നെ അവന് മൊത്തം എഴുതാൻ അറിയാം. രൂഫസ് എബ്രഹാം ജോർജ് എന്നാണ് അവന്റെ പേര്. അങ്ങനെ ഒരു പേര് അവൻ എഴുതാൻ അവൻ അറിയത്തില്ല.
പറ്റത്തില്ല. കാരണം അവന് വിക്ക് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു ഒത്തിരി കോംപ്ലക്സ് അവനുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ ഭാരപ്പെടുന്നവരല്ലേ. 7ാം ക്ലാസ് വരെ ഒരു കുഞ്ഞൊരു ക്ലാസ് പാസ്സായിട്ടില്ലെന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അതിൻ്റെ അകത്തെ ഭാരം എന്ത് മാത്രമുണ്ടെന്ന്. പക്ഷെ അന്നൊന്നും ഈ ഭാരമൊന്നും അവന്റെ മേൽ ചുമത്താതെ ദൈവസന്നിധിയിൽ ഏൽപ്പിപ്പാനിടയായി. 7ാം ക്ലാസ്സിൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അവന്റെ റിസൾട്ട് നോക്കാനായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ 7ാം ക്ലാസ് ആയപ്പോൾ ഇവൻ ഓടിപ്പോയി റിസൾട്ട് നോക്കിയിട്ട് അതിലും സ്പീഡിലാണ് തിരിച്ച് ഓടി വരുന്നത്. ദൂരേന്നേ ഇവൻ വന്നേച്ച് പറഞ്ഞു, മമ്മി എൻ്റെ പേര് ലിസ്റ്റിലുണ്ടെന്ന്. ആ ഒരു സന്തോഷം അവൻ്റെത്. കാരണം ഇതിൻ്റെ പേര് ഇച്ചിരി നീളം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റുമായിരുന്നു. അങ്ങനെ ആ 7ാം ക്ലാസ് മുതലാണ് അവൻ്റെ പഠനത്തിന് ദൈവം വ്യത്യാസം വരുത്തി. അവൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു റാങ്ക് ഹോൾഡർ ആയിട്ട് അവൻ പുറത്തു വരുവാനിടയായി. ഞാൻ പറഞ്ഞത്, ദൈവം നൽകിയ വിദ്യാഭ്യാസമൊക്കെ അത് ആ രീതിയിലൊക്കെ ചിലവിടുന്നതിലുപരിയായി നമ്മുടെ കർത്താവിന്റെ നാമത്തിന് മഹത്വമായി തീരുവാൻ കർത്താവ് കൃപ നൽകുന്നു. ഒരു സാധ്യതയുമില്ലാതിരുന്നിടത്താണ് എൻ്റെ മൂത്ത മകള്. ചില പ്രിയപ്പെട്ടവർ തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്, അല്ലാതെ ഒരു ഭൗതികമായ നന്മയോ അനുഗ്രഹമോ അതൊന്നും അല്ല. അതിലൊക്കെ അപ്പുറം ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ കർത്താവിന് വേണ്ടി നമ്മൾ അങ്ങ് നിന്നു കൊടുത്താൽ മതി. കർത്താവ് നമ്മുടെ കാര്യം എല്ലാം നടത്തി തരും. അതിന് യാതൊരു സംശയമില്ല. അത് അന്നല്ല ഇന്നും അത് സാധിക്കും. യോബ് പറഞ്ഞതുപോലെ കർത്താവിന് അത് കഴിയും. നമുക്ക് വിശ്വസിച്ചാൽ മതി. നമ്മൾ അങ്ങനെ അങ്ങ് നിന്നു കൊടുത്താൽ മതി, കർത്താവ് ചെയ്യും. ഞങ്ങള് പറഞ്ഞല്ലോ, മൂത്ത മകള് പഠനത്തോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ഡൽഹിയിലാണ്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും അന്നില്ല. അപ്പോ ഇവളൊരു ഇന്റർനാഷണൽ കോളേജിലാണ് പഠിക്കുന്നത്. അന്ന് അതുപോലും ഞങ്ങൾക്ക് അന്ന് അറിയത്തില്ല. ക്യാമ്പസ് ഇന്റർവ്യൂ സെലക്ഷൻ ആയിയാണ് മോൾ അന്ന് പഠിക്കാനായിട്ട് അമേരിക്കയിലേക്ക് കടന്നു പോകുന്നത്. അത് 2006 അവൾ കടന്നു പോകുന്നത്. അന്നൊക്കെ ഇങ്ങനെ അമേരിക്കയിലേക്ക് ഒരാൾ പഠിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഒരു വലിയ അത്ഭുതമായിട്ടാണ് അന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ മറ്റു ദൈവദാസന്മാരുടെ. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുവാൻ പോലും കഴിയാതിരുന്ന ഒരു കാലം. ആ സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തം ഒന്നും മാറുന്നതല്ല എന്ന് ജീവിതത്തിൽ കർത്താവ് മനസ്സിലാക്കി. അവള് ദൈവാദേശത്തേക്ക് അയച്ചു. അവൾ അവിടെ പഠിച്ച കോളേജിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്റേൺഷിപ്പില് ഒരു കമ്പനിയിൽ അവരെടുത്തു. ആ കമ്പനിയിലെ ഒരു മാനേജറായിട്ടാണ് ഇപ്പോൾ അവൾ വർക്ക് ചെയ്യുന്നത്. ഒത്തിരി അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, അവിടെ കടന്നു ചെല്ലുമ്പോഴൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ, ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ ഒക്കെ കൊണ്ടുപോയി അവരിയ്ക്കുന്ന ചെയറിലൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി അത് കാണിക്കുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയാമോ, ഇതിന്റെ പിന്നിൽ ഒത്തിരി കർത്താവിന്റെ പ്രവൃത്തി കാണാൻ കർത്താവ് കൃപ ചെയ്തു. ഒത്തിരി ചോദ്യങ്ങൾക്ക് മറുപടി പലപ്പോഴും നമ്മൾ പറയാൻ ശ്രമിക്കും, പക്ഷെ പറയണ്ട, കർത്താവ് അതിനൊക്കെ മറുപടി നൽകും. ഒരല്പകാലം താമസിച്ചാലും ദൈവത്തിന്റെ വാഗ്ദത്വം ഒന്നും മാറത്തില്ല കേട്ടോ. അതുകൊണ്ട് അവള് അങ്ങനെ കുടുംബമായി ആ ദേശത്ത് തന്നെ, അവിടെ വെച്ച് തന്നെയാണ് അവളുടെ വിവാഹമൊക്കെ നടക്കുന്നത്. ഞങ്ങളോട് അവിടെ ചെന്ന് വിവാഹത്തിന് വേണ്ടി ഞങ്ങളവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഉള്ള പല പ്രിയപ്പെട്ടവർ, എൻ്റെ പപ്പായുടെ ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര് അവിടെ നമ്മുടെ ആൾക്കാർ തന്നെയുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട്, ഷൈനി ഞങ്ങളൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തുമ്പോൾ ലോൺ എടുത്തും ഇനി അതൊരു 30 വർഷം കഴിയണം ഇതൊക്കെ ഒന്ന് അടഞ്ഞു തീരണമെങ്കിൽ എന്ന് പറഞ്ഞിടത്ത് ഞാൻ പ്രാഗൽഭ്യത്തോടെ പറയാം, വെറും $24 കൊണ്ടാണ് ഞങ്ങളുടെ മൂത്ത മകളുടെ കല്യാണത്തിന് ഞങ്ങൾ അമേരിക്കയിലേക്ക് കടന്നു പോകുന്നത്. ആ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി അവിടെ നിന്നുള്ള ട്രോളി എടുക്കണമെന്നുണ്ടെങ്കിൽ $5 വെച്ച് ഒരു പെട്ടിക്ക് കൊടുക്കണം. അങ്ങനെ 4 പെട്ടി $20. അതോടുകൂടെ അവിടുന്ന് അങ്ങ് തീർന്നു. $4 കയ്യിലുണ്ട്. അമേരിക്ക ചെന്നിറങ്ങുമ്പോൾ $1 പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവില്ലാതെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഒരു വിവാഹം കർത്താവ് അവിടെ വെച്ച് നടത്തി. ഇന്ന് അവൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, അവൾക്ക് സ്വന്തമായ ഭവനും. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിതൊന്നും ഇങ്ങനെ വിശദീകരിച്ച് പറയുന്ന ഒരാളല്ല, പക്ഷെ ദൈവാത്മാവ് എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതവും അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ഇന്ന് അവരിൽ കൂടെ അനേകർക്ക് ആശ്വാസമാകുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ കർത്താവിന്റെ നാമനിമിത്തം കുടിപ്പാൻ കൊടുത്താൽ അതിന് പ്രതിഫലമില്ലാതെ പോകില്ല. നമ്മുടെ മാതാപിതാക്കൾ ചെയ്തതിന്റെ നാം അനുഭവിക്കുന്നുവെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം ചെയ്യേണ്ട ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇതൊക്കെയാണ്. നമ്മൾ ഒത്തിരി പണം വാരിക്കൂട്ടുവോ, ഒത്തിരി വീടുകൾ വാങ്ങിക്കുവോ, ഒത്തിരി കാറുകൾ വാങ്ങിക്കോ, സ്ഥലം വാങ്ങിക്കൂട്ടുവോ, ഇതൊന്നും അല്ല പ്രിയമുള്ളവരെ. ഇന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവിന് വേണ്ടി
ചിലത് ചെയ്യുവാൻ, വില കൊടുക്കുവാൻ, ചിലവാകുവാനൊക്കെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ മകള് ചെന്നൈയിലായിരിക്കുന്നു. അവരും കുടുംബമായി അവള് ആത്മീകമായും ഭൗതികമായും ഒക്കെ കർത്താവ് അവരെ അനുഗ്രഹിച്ച് വഴി നടത്തുന്നു. അവൾക്ക് ഒരു മകനുണ്ട്. മൂന്നാമത്തെ ആളാണ് മോന്. ഞാൻ പറഞ്ഞല്ലോ, അവന് ഫിലദൽഫിയയിലെ യാദൃശ്യാലാണ്. അവനൊരു വിസിറ്റിംഗ് വിസയിൽ ഞങ്ങളോടൊപ്പം ആദ്യം അവിടേക്ക് കടന്നു പോയതാണ്. പിന്നീട് ദൈവം അവരെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ പലയിടങ്ങളിൽ ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി. എന്നാൽ അവൻ MD അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഒത്തിരി അമേരിക്കയിൽ ഒരു ചർച്ച് പാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ഡിമാൻഡ്സ് അവർക്കുണ്ട്. ഒത്തിരി ഡിമാൻഡ്സ്. ഫാമിലി ആയിരിക്കണം, പിന്നെ എക്സ്പീരിയൻസ് വേണം, പിന്നെ അവിടുത്തെ ഇമിഗ്രന്റ് വിസ ഉള്ളവരായിരിക്കണം. ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാതെയാണ് മോനെ ദൈവം അങ്ങനെ ഒരു പൊസിഷനിലേക്ക് കർത്താവ് അവിടെ കൊണ്ടുവന്നത്. ഞാൻ ഈ പൊസിഷന്റെ കാര്യമൊന്നും അല്ല പറഞ്ഞത്. നമ്മുടെ കർത്താവിന് ഇന്നും കഴിയും. ഇതൊന്നും നമ്മൾ വാരിക്കൂട്ടി ഒന്നും ചെയ്യണ്ട. കർത്താവിന് വേണ്ടി ചെയ്യാൻ തയ്യാറാകാമോ? കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാത്തത്. അനുസരിച്ചാൽ അനുഗ്രഹം നിശ്ചയം. അതുകൊണ്ടല്ലേ പറഞ്ഞ് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ ഭേദസിനേക്കാളും നല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് അനുസരിക്കാൻ തയ്യാറായിക്കേ. കഴിഞ്ഞ നാളുകളായിട്ട് ദൈവിക ആലോചന എത്രയോ കേട്ടു. നീ കർത്താവിന് വേണ്ടി വേർതിരിയപ്പെടണമെന്ന് നിന്റെ മാതാവും പിതാവും എത്ര നാൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. എത്രയോ പ്രാവശ്യം നിന്നോട് പറഞ്ഞു, നീ മോളെ അല്ലെ മോനെ, നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചന ഇതാ, ഞാൻ നിന്നെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതാ. ഇതെല്ലാം പറഞ്ഞിട്ട് നമുക്ക് വല്ലതും ചിന്തയുണ്ടോ? ഇല്ല. അത് നാളെ ആവട്ടെ. ഒത്തിരി പേര് ഇന്ന ആള് ഇന്ന പോലല്ലേ, ഇന്ന ആള് ഇന്ന പോലല്ലേ, ഇതൊക്കെ നോക്കിയല്ലേ നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ദൈവമാണ് നമ്മളോട് വാക്ക് പറഞ്ഞവൻ. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ക്രിസ്തീയ ജീവിത യാത്ര പ്രത്യാശയോടെ കഴിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ ഇപ്പോൾ പാലക്കാടിന്റെ പ്രദേശത്ത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇവിടെ ഞങ്ങളിപ്പോൾ സ്വന്തമായ ഒരു ഭവനമൊക്കെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് തിരുവല്ലയില് അല്ലെങ്കിൽ നാട്ടിലേക്ക് കടന്നു പോകണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളിലുണ്ടായിരുന്നെങ്കിലും ദൈവാത്മാവിന്റെ നിയോഗത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കർത്താവ് എത്ര നാൾ ഇവിടെ ആക്കുന്നു അത്ര നാളും കർത്താവിന്റെ വേലയിൽ ശക്തിപ്പെട്ടു വരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ ഹസ്ബൻഡിന്റെ പിതാവും മാതാവും കഴിഞ്ഞ നാളുകളിൽ വളരെ കഷ്ടപ്പെട്ട് കർത്താവിന്റെ വേല ചെയ്ത ഈ പാലക്കാടിന്റെ പ്രദേശത്ത് ദൈവം തന്ന നന്മകളും അനുഗ്രഹങ്ങളുമായി അനേകർക്ക് ആശ്വാസമാകുവാൻ കർത്താവ് ഈ നാളുകളിൽ അടിയങ്ങളെ ഉപയോഗിക്കുന്നുവെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ആ മോശ പറഞ്ഞതുപോലെ ദൈവമേ, തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമാ, ഞങ്ങളുടെ കോട്ടയാ, ഞങ്ങളോട് വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാ. പലരും മറന്നുപോയി. പക്ഷെ മറക്കാത്ത ഒരു കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ഇന്നും ജീവിക്കുന്നു. ഇന്ന് ഞാൻ കഴിഞ്ഞ ഇടയായിട്ട് 2020 പല പ്രാവശ്യം മോളുടെ അടുത്ത് ഞങ്ങൾ പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ 20 കോവിഡ് കാലത്ത് മടങ്ങി വന്നതിന് ശേഷം ദൈവാത്മാവ് തന്ന നിയോഗപ്രകാരം ഞാൻ എബനേസർ പ്രയർ വാരിയേഴ്സ് എന്നുള്ള ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ആരംഭിപ്പാനിടയായി. വാട്സാപ്പിൽ ഒരു ജസ്റ്റ് പ്രാർത്ഥനാ കൂട്ടായ്മ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. എന്നാൽ കർത്താവ് അതിനെ വിശാലമാക്കി ഏകദേശം 200ഓളം മെമ്പേഴ്സ് ഉള്ള ഒരു കൂട്ടായ്മയാക്കി കർത്താവ് അതിനെ തീർത്തു. അതിൻ്റെതായിട്ടുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 5:30 മുതൽ 7 മണി വരെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായി ഏകദേശം ഒരു 30 പേരോളം ഈ സൂമിൽ കടന്നു വരാറുണ്ട്. എനിക്ക് തോന്നി ഇന്ന് 1002ാമത്തെ ദിവസമാണ്. ഒരു ദിവസം പോലും അത് മുടങ്ങാതെ കർത്താവ് നടത്തി. അതിന് ഞാൻ ഈ 1000 ദിവസം തികഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ കൂട്ടായ്മയിൽ അത് പറയുവാനിടയായി. കാരണം എന്താണെന്നറിയാമോ, ഇതിന്റെ ഇടയ്ക്ക് എൻ്റെ മകന് ഒരു മകളുണ്ടായി. എൻ്റെ പപ്പ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഈ ജനനം മരണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമയത്തൊന്നും ഉള്ള കാര്യമല്ല. ഇതൊക്കെ ദൈവത്തിന്റെ സമയത്തിലാണ്. എന്നാൽ ഈ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയെ ദൈവമാക്കിയത് കൊണ്ട് ഇതൊന്നും തടസ്സമാകാതെ ദൈവം അത്ഭുതകരമായിട്ട് അത് നടത്തി അനേകർക്ക് അത് ആശ്വാസമായി തീരുന്നു. ചില പ്രിയപ്പെട്ടവർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയാകുന്നു. ചില പ്രിയപ്പെട്ടവർ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാൻ ഇടയാകുന്നു. ചിലർ ഭവനങ്ങളിൽ ഒറ്റയ്ക്കായിരുന്നവർ ആരാധനയ്ക്കൊക്കെ ധൈര്യത്തോടെ കടന്നു പോകുവാൻ ഇടയാകുന്നു. ഇതിൽ കൂടെ ചില പ്രിയപ്പെട്ടവർ ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരണം. അത് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനായി പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വരും ദിവസങ്ങൾ കർത്താവ് എത്ര നാൾ നൽകുന്നോ അതുവരെയും കർത്താവിന്റെ വേലയിൽ ശക്തിപ്പെട്ടു വരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് നൽകിയിരിക്കുന്ന ശുശ്രൂഷ അത് ഒരു മായവും ചേർക്കാതെ, മുഖം നോക്കാതെ
കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ നന്നായി ചെയ്ത് ആരംഭത്തെക്കാൾ നല്ലൊരു അവസാനം നമുക്ക് പ്രാപിക്കണം. നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒത്തിരി പേര് ആരംഭമൊക്കെ വളരെ നന്നായിരുന്നു, പക്ഷെ അവസാന കാലം വരുമ്പോഴത്തേക്ക് സാഹചര്യങ്ങൾ വളരെ പ്രശ്നത്തിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നു. ഇല്ല, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആരംഭത്തെക്കാൾ നല്ലൊരു അവസാനം കർത്താവ് നമുക്ക് നൽകേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് സമയം വളരെ പോയതായിട്ട് എനിക്ക് തോന്നുന്നു. ഇല്ല, കർത്താവ് ഒരാൾക്കെങ്കിലും ഇത് വിടുതലാകുന്നുവെങ്കിൽ ആശ്വാസമായി തീരട്ടെ, ഒരാൾക്കെങ്കിലും ഒരു തീരുമാനത്തിന് കാരണമാകുന്നുവെങ്കിൽ അതായി തീരട്ടെ. അനേക നാളുകളായി കേട്ട ദൈവാലോചനയുടെ മുൻപാകെ സമർപ്പിക്കുവാൻ കഴിയാതെ ഇന്നും സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം ബുദ്ധിയിൽ ഊന്നിപ്പോകുന്നുവെങ്കിൽ ആ ദൈവാലോചനയ്ക്ക് കീഴ്പ്പെട്ട് എത്രയും മുൻപേ, ഒരു ദിവസം മുൻപേ കർത്താവിന് വേണ്ടി വേർതിരിയുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയാകും. പലപ്പോഴും എൻ്റെ രണ്ടാമത്തെ മകള് കുഞ്ഞായിരിക്കുമ്പോ ചോദിച്ചിട്ടുണ്ട്, മമ്മി നേരത്തെ ഇതങ്ങ് ദൈവസന്നിധി തീരുമാനിച്ചിരുന്നെങ്കിൽ മമ്മിക്ക് ഇങ്ങനെ നടക്കേണ്ടി വരത്തില്ലായിരുന്നല്ലോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അവളുടെ കുഞ്ഞു ഹൃദയത്തിൽ അങ്ങനെ തോന്നിയെങ്കിൽ പലപ്പോഴും ഞാൻ നടക്കുന്നത് കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇന്നും വേദനയാണ്. കാരണം ഇതൊന്ന് ശരിയാകുമോ? കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ ഡോക്ടർ പോലും എന്നോട് ചോദിച്ചു, സിസ്റ്റർ ഇതൊന്ന് നേരെയാക്കാൻ പറ്റുമോ എന്ന്. കാര്യം 30 വർഷമായി 1-2 ദിവസമല്ല ഈ ക്രൂശ് കർത്താവ് എനിക്ക് തന്നത്. അത് വഹിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ആവോളം കടന്നു പോകുവാനും കർത്താവ് അയക്കുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ മഹത്വമുള്ള സാക്ഷി വഹിപ്പാനും ഒക്കെ കർത്താവ് ഇടയാക്കണം. അത് മാത്രമേ പിന്നെയും ആഗ്രഹിക്കുന്നുള്ളൂ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുവാനും അത് മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്ന നാളുകളിലാണ് നാം ആയിരിക്കുന്നത്. ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരുമെന്ന് നാം വിശ്വസിക്കുന്നു. യേശു കർത്താവ് എനിക്ക് നിനക്കും വേണ്ടി ആ ക്രൂശിൽ യാഗമായി ആ രക്തം ഊറ്റിത്തന്ന് പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കർത്താവ് നമ്മെ കയറ്റി ആ ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ചുവെങ്കിൽ കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, വിശ്വസ്തയോടെ ആയിരിക്കാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ജോയ്സ് ടിവിയോടും കർത്താവിന്റെ ദാസിയോടും നിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. കർത്താവിന്റെ വരവിനായി ഒരുങ്ങാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ ഉച്ചയായ വേളയ്ക്കായി ഞങ്ങൾ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഏത് സമയത്ത് ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഉച്ചയായ വേളയിൽ കർത്താവെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്നുള്ള തിരുവചന പ്രകാരം ലജ്ജിക്കാത്ത സാക്ഷികളാക്കി കർത്താവ് ഞങ്ങളെ അവിടവിടങ്ങളിലാക്കി നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നിന്റെ ദാസിക്കായി സ്തോത്രം. ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലൂടെ അനേകർക്ക് വിടുതലും ആശ്വാസത്തിനും കാരണമാകുവാൻ കർത്താവ് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ TV ചാനലിന്റെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ചിലർ ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രയത്നം കർത്താവിലാകയാൽ അത് വൃഥാവല്ല എന്ന് ജീവിതത്തിൽ അനുഭവിപ്പാൻ ആ മറിയ പറഞ്ഞതുപോലെ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തുവെന്ന് സ്വന്തമായാൽ ചിലർ സാക്ഷിപ്പാൻ തക്കവണ്ണം ഇത് മുഖാന്തരം കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയും കർത്താവെ നീ അതിനെ ശക്തിപ്പെടുത്തണമേ. കർത്താവെ നിന്റെ വരവ് വരെയും ഇല്ല എങ്കിൽ കർത്താവിന്റെ നാൾ വരെയും കർത്താവ് അതിനെ നിലനിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കടന്നു വന്ന് ശുശ്രൂഷിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തുടർന്നും ഈ ശുശ്രൂഷ അനുഭവിക്കുന്ന, ശബ്ദം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു അവസരം കർത്താവ് തന്നതിനായി സ്തോത്രം. എന്റെ കർത്താവിനെ അവസാന വിശ്വാസം വരെ കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിന്റെ മഹത്വമുള്ള സാക്ഷി വഹിപ്പാൻ, നിന്റെ മഹിമ കണ്ട സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് കൃപ ചെയ്യണം. ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ തലമുറകളും എല്ലാ കർത്താവിന്റെ സുവിശേഷത്തിന്റെ വക്താക്കളാക്കി കർത്താവ് തീർത്തുകൊള്ളണം. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ഞങ്ങളുടെ തലമുറകളെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. പിന്നെയും പ്രാർത്ഥനയിൽ പോരാടുവാൻ കർത്താവ് കൃപ നൽകിക്കാട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. ഈ നാളുകളിൽ കർത്താവെ വിശുദ്ധിയോടെ ജീവിച്ച് ആരംഭത്തെക്കാൾ നല്ലൊരു അവസാനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. വരവിനായി ഞങ്ങളെ ഒരുക്കണം. യേശു കർത്താവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ.
Praise the Lord. ആമേൻ. ആമേൻ. കർത്താവിന്റെ ദാസി, ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.